As for tax proposals, in keeping with the convention, I do not propose to make any changes relating to taxation and propose to retain the same tax rates for direct and indirect taxes, including import duties. इस बजट में कंटिन्यूटी का कॉन्फिडेंस है। ये बजट विकसित भारत के 4 स्तंभ युवा, गरीब, महिला और किसान सभी को एम्पावर करेगा। പ്രതീക്ഷ ഒട്ടും പാലിക്കുന്ന തരത്തിലേക്കോ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കോ ഇന്ത്യൻ എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായൊരു ബഡ്ജറ്റ് ആയില്ല. ഞങ്ങൾ പറയുന്ന കാര്യം മാത്രമല്ല, എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന അതിനപ്പുറം ഒരു പഴയ കാര്യം കോപ്പി പേസ്റ്റ് എന്ന നിലയിൽ മാത്രം പറയുന്ന ഒരു തരത്തിലേക്കാണ് കാര്യം വന്നത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. അധികാരം 3ാം തവണയും ഉറപ്പിച്ചെന്ന ആത്മവിശ്വാസത്തിൽ 2ാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. സാധാരണ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. എടുത്തു പറയാൻ പുതിയ പദ്ധതികളില്ല. നിലവിലെ പദ്ധതികളുടെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞും തുടർച്ച ഉറപ്പാക്കിയും നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രസംഗം. ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ വരവ് ചെലവ് കണക്ക് മാത്രമെന്നത് കേന്ദ്രത്തിന്റെ ആത്മവിശ്വാസം പ്രകടമാക്കുകയാണ്. ബജറ്റിൽ ജനങ്ങൾക്കായി ഒന്നുമില്ലെന്ന പതിവ് വിമർശനം ഉന്നയിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രകടന പത്രിക എന്ന് പറയാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ശീലിക്കാത്ത രീതിയിലുള്ള ബജറ്റ് അവതരണത്തിൽ പ്രതിഫലിക്കുന്നത് വോട്ടുറപ്പിച്ചതിന്റെ ആത്മവിശ്വാസമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ BJP വക്താവ് ശ്രീ P. കൃഷ്ണദാസ്, കോൺഗ്രസ് വക്താവ് ശ്രീ റോണി കെ ബേബി, CPM വക്താവ് ശ്രീ VPP മുസ്തഫ, ഒപ്പം സാമ്പത്തിക വിദഗ്ധരായ ശ്രീമതി മേരി ജോർജ്, S. ആദികേശവൻ, S. മോഹൻകുമാർ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ റോണി കെ ബേബി, ഇതിൽ പ്രതിപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റ് എന്ന പതിവ് വിമർശനം ഉന്നയിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അതൊരു പ്രധാന കാര്യമാണല്ലോ. ശ്രീ റോണി മ്യൂട്ടാണ്, ഒന്ന് അൺമ്യൂട്ട് ആക്കുമോ? 2024 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ന് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് വോട്ട് ഓൺ അക്കൗണ്ട്, ഇത് വോട്ട് ഉറപ്പിച്ച മോദി സർക്കാരിന്റെ ഒരു ആത്മവിശ്വാസമല്ല ഈ ബജറ്റിൽ കാണുന്നത്. കാരണം 2019 ഇതുപോലെ തന്നെയായിരുന്നു. 2019 ഒരു വോട്ട് ഓൺ അക്കൗണ്ട് ആണ് അന്ന് അവതരിപ്പിച്ചത്. പക്ഷെ അന്ന് ദീർഘമായി സംസാരിച്ച ധനകാര്യമന്ത്രി ഒട്ടേറെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി, വോട്ട് ക്യാൻവാസ് ചെയ്യുന്നതിന് വേണ്ടി, വോട്ട് ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയുണ്ടായി. പക്ഷെ എന്തുകൊണ്ട് 2024 വന്നപ്പോൾ അങ്ങനത്തെ പ്രഖ്യാപനങ്ങൾ ഒന്നും ഇല്ലാതെ പോയി? അത് സർക്കാരിന് തുടർഭരണം ഉറപ്പായതുകൊണ്ടല്ല, മറിച്ച് ഇന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യയുടെ സാമ്പത്തിക രംഗം കടന്നു പോകുന്ന വളരെ ദുർഘടമായിട്ടുള്ള വഴികളെ കുറിച്ച് ഭരണകൂടത്തിന് സർക്കാരിന് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണ്. നമുക്കറിയാം. അല്ല, അങ്ങനെയാണെങ്കിൽ അല്ലല്ല ശ്രീ റോണി കെ ബേബി, അതിലൊരു വൈരുദ്ധ്യമുണ്ട്. 2019 വാരിക്കോരി 2019 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ബജറ്റിൽ ഈ കർഷകർക്കുള്ള പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ഇടുന്ന പദ്ധതി ഉൾപ്പെടെ വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. അത് അന്നത്തെ ഒരു ആത്മവിശ്വാസ കുറവ് കൂടി പ്രകടമാക്കുന്നതാണെന്ന് അന്നേ വിമർശനം ഉണ്ടായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ എന്ന്. ഇത്തവണ അപ്പോൾ അത് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആത്മവിശ്വാസ കുറവ് കേന്ദ്രത്തിലില്ല എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു വൻ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഭരണത്തുടർച്ച ഉറപ്പായ സ്ഥിതിക്ക് ജൂലൈയിൽ ഞങ്ങൾ തന്നെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും. ഇക്കാര്യം ധനമന്ത്രി വ്യക്തമാക്കുന്നു, പ്രധാനമന്ത്രി അത് ഊന്നി പറയുകയും ചെയ്യുന്നു. എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, നമ്മൾ ഇന്നലെയൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ കേട്ട വാർത്തകൾ എന്തായിരുന്നു? ഈ പറയുന്ന കർഷകർക്കുള്ള ആ സ്കീം അത് 6000 രൂപയിൽ നിന്ന് 10000 രൂപയാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഒരു നേരിയ
ഒരു വെട്ടിക്കുറവെങ്കിലും വരുത്തും. കാരണം നമുക്കറിയാം ഇതിനു മുമ്പ് നടന്ന സംസ്ഥാന നിയമസഭകളിലേക്കൊക്കെ നടന്ന തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിന് തൊട്ടു മുമ്പ് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വിലയിൽ ഒരു നാമമാത്രമായ കുറവെങ്കിലും വരുത്തിയിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സർക്കാരിന് മുമ്പിൽ സാമ്പത്തികമായി വലിയ വെല്ലുവിളികൾ ഇന്ന് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിലുണ്ട്. ഞാൻ അതാണ് പറഞ്ഞു വന്നത്. കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന ബജറ്റിന്റെ തൊട്ട് തലേ ദിവസം നമുക്കറിയാം ഒരു എക്കണോമിക് റിവ്യൂ നമുക്കെല്ലാം കിട്ടുമായിരുന്നു. കാരണം സ്റ്റേറ്റ് ഓഫ് ദ ഇക്കോണമി അറ്റ് പ്രസന്റ്, എന്താണ് നിലവിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം. പക്ഷേ കുറെ നാളുകളായി, കുറെ വർഷങ്ങളായി നമുക്ക് അങ്ങനെ ഒരു എക്കണോമിക് റിവ്യൂ റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല. പാർലമെന്റിൽ അത് വയ്ക്കുന്നില്ല. അപ്പോൾ എന്താണ്, സർക്കാരിന് എന്തൊക്കെയോ അതിനകത്ത് മൂടി വെക്കുവാനുണ്ട്, മറച്ചു വെക്കുവാനുണ്ട്. ഇന്നും നമുക്ക് ഈ ഇന്ത്യയുടെ സമ്പദ് രംഗത്തിന്റെ കൃത്യമായ ചിത്രം നമ്മുടെ മുമ്പിലേക്ക് വരുന്നില്ല. അതാണ് ഇതിന്റെ ഒരു യഥാർത്ഥ പ്രശ്നം. മറ്റൊരു കാര്യം ശ്രീ റോണി കെ ബേബി ഓർക്കേണ്ട ഒരു കാര്യം, മുൻപ് ഭരിച്ചിട്ടുള്ള സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ തന്നെ തിരിച്ചു വരും. അപ്പോൾ ഈ സാമ്പത്തിക വളർച്ച കൈവരിക്കേണ്ടത് ഞങ്ങളുടെ സർക്കാരിന്റെ നിലനിൽപ്പിന് തന്നെ പ്രധാനമാണ്. ഈ ഒരു ദീർഘവീക്ഷണം ഉണ്ടായിട്ടുണ്ട്. ആ ദീർഘവീക്ഷണത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ഭരണ തുടർച്ച തന്നെയാണ്. അതല്ലായിരുന്നുവെങ്കിൽ ഈ ഭരണം ഉറപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രയാസമുള്ള കാര്യമാണ്. അത് കണ്ടറിഞ്ഞ് ആ വിഭാഗത്തിന് വേണ്ടി പ്രത്യേകമായ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ഒരു പതിവ് എല്ലാ സർക്കാരുകളുടെയും അവസാന ബജറ്റിൽ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ തവണ കർഷകർക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചുവല്ലോ. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു വിഭാഗത്തെ തെരഞ്ഞുപിടിച്ച് പദ്ധതി പ്രഖ്യാപിക്കുവാൻ തയ്യാറായിട്ടില്ല. പതിവ് വരവ് ചെലവ് കണക്കുകൾ മാത്രം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കോൺഫിഡൻസ് എന്ന വാക്ക്. ശ്രീ പി കൃഷ്ണദാസ് ഇവിടെ, പക്ഷേ ശ്രീ റോണി കെ ബേബി പറയുകയാണ് അതല്ല, ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പര്യാപ്തമായ ഒരു സമയമല്ല. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ ചെയ്തത് എന്ന്. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രിയും ഊന്നി പറയുന്നത് കേട്ടിരുന്നു ഈ ബജറ്റ് പ്രസംഗത്തിന് ശേഷം, ഇത് കണ്ടിന്യൂറ്റി ഉദ്ദേശിച്ചുകൊണ്ടുള്ളത് തന്നെയാണ്, ഞങ്ങൾ തന്നെ അടുത്ത ബജറ്റ് അവതരിപ്പിക്കുമെന്ന്. ശ്രീ മഞ്ജുഷ്, ഇത് ഒരു ഓട്ടോൺ അക്കൗണ്ടായിട്ടാണല്ലോ സാധാരണ നിലക്ക് ഒരു അവസാന ബജറ്റ് ഉണ്ടാവുക. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുതിയ ഗവൺമെൻറ് ഒരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് കൊണ്ടാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അതേത് കാലഘട്ടത്തിലാണെങ്കിലും ഗവൺമെൻറ്റുകളെ സംബന്ധിച്ച് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് ഓട്ടോൺ അക്കൗണ്ട് അവതരിപ്പിക്കുമ്പോൾ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഏത് തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന പ്രഖ്യാപനങ്ങളും വേണമെങ്കിൽ നടത്താം. പക്ഷേ അങ്ങനെ നടത്തുമ്പോൾ അതിന് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നമ്മളുടെ ബജറ്റ് അലോക്കേഷനും അതിന് പറ്റുന്നതാണോ, അത് വോട്ടെടുപ്പിന് വേണ്ടി മാത്രമുള്ളതാണോ എന്ന് കണക്കാക്കപ്പെടുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വോട്ട് ഓൺ അക്കൗണ്ട് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ആ വിഷയങ്ങൾ പറയുന്ന സമയത്താണെങ്കിലും നമ്മളുടെ ബജറ്റ് വായിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ ബജറ്റ് ഒരു സമഗ്രമായിട്ടുള്ള വീക്ഷണത്തോടുകൂടി ഈ രാജ്യത്തെ ജനങ്ങളെയും ഇക്കോണമിയും കാണുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നേരത്തെ എല്ലാം ശ്രീ റോണി കെ ബേബി സൂചിപ്പിച്ചതുപോലെ ബജറ്റിൽ ഇത്ര കോടി രൂപ ഇന്ന ഹെഡിൽ പ്രഖ്യാപിച്ചില്ല, ഇത്ര കോടി രൂപ ഇന്ന കാര്യത്തിന് വേണ്ടി നീക്കിവെച്ചില്ല. അതെല്ലാം നമ്മുടെ ഇക്കോണമി സിസ്റ്റം അനുസരിച്ച് 2013-14 കാലഘട്ടം വരെയൊക്കെ നമ്മളുടെ ബജറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ സ്വീകരിച്ചിരുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഓർമ്മയുള്ളത് കൊണ്ടാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ ഇന്ന പദ്ധതിക്ക് എന്ന് പറഞ്ഞ് ഇത്ര രൂപ പ്രഖ്യാപിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സിന് വേണ്ടി ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര രൂപ ആ പ്രോസസ്സിന് വേണ്ടി നീക്കി വെക്കുന്നു എന്നുള്ള സിസ്റ്റത്തിലേക്ക് നമ്മളുടെ ഇക്കോണമി മാറിയിരിക്കുന്നു, നമ്മുടെ ബജറ്റുകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ റെയിൽവേ ബജറ്റും പൊതു ബജറ്റും രണ്ടായിരുന്നു, അതിപ്പോൾ ഒന്നായി മാറിയിരിക്കുന്നു, ഒരുമിച്ചായി മാറിയിരിക്കുന്നു. അങ്ങനെ ചേഞ്ചസ് ഉണ്ടായി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ ഇക്കോണമിയിൽ ആ തരത്തിൽ ഇൻഡിവിജ്വലിനെ കണ്ടുകൊണ്ട്, അതായത് ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയെ കണ്ടുകൊണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ബജറ്റിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മളുടെ ഇക്കോണമി മാറിയിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഉദാഹരണത്തിന് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ന പദ്ധതിക്ക് ഇത്ര കോടി രൂപ എന്ന് മാത്രമല്ല പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ കർഷകർക്കുള്ള 6000 രൂപ ഒരു കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് എത്തും എന്ന് പറഞ്ഞപ്പോൾ ആ കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് എത്താനുള്ള തുകക്ക് ഞങ്ങൾ 50,000 കോടി പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ 20,000 കോടി പ്രഖ്യാപിക്കും എന്നുള്ള ഒരു സാങ്കല്പിക സംഖ്യ പ്രഖ്യാപിക്കുകയല്ല സർക്കാർ ചെയ്തത്. രാജ്യത്തെ ഓരോ കർഷകന്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 6000 രൂപ എത്തും എന്നാണ് പറഞ്ഞത്. അതിന് എത്ര കോടി രൂപ വേണമോ അത്രയും കോടി രൂപ നമ്മുടെ ബജറ്റ് അലോക്കേഷന്റെയോ നമ്മുടെ ഫൈനാൻഷ്യൽ അലോട്ട്മെന്റിന്റെയോ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. ഈ കർഷകരുടെ ആവശ്യമുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്. ഇത്തവണ ആ പണം കൂട്ടി നൽകുന്നതിൽ അല്ലെങ്കിൽ സ്ത്രീകളായ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി
ഈ നേരിട്ട് പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന ഈ പദ്ധതി, അതിൽ നീക്കിയിരിപ്പ് കൂട്ടുവാൻ എന്തായിരുന്നു തടസ്സമുണ്ടായിരുന്നത്? അവിടെ എല്ലാം ഈ വോട്ടുറപ്പിച്ചതിന്റെ ആത്മവിശ്വാസമാണോ? അങ്ങനെയാണെങ്കിൽ ഒരു അമിതമായ ആത്മവിശ്വാസം കൂടിയാകില്ലേ ശ്രീകൃഷ്ണദാസ്? അങ്ങനെയല്ല മഞ്ജുഷ്. 2019 ആ പദ്ധതി പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് എന്ന് അങ്ങ് സൂചിപ്പിക്കുന്നത് അംഗീകരിച്ചാൽ പോലും അതിനുശേഷം ആ പദ്ധതി നിർത്തിയില്ലല്ലോ. ആ പദ്ധതി നിർത്തിയോ? അങ്ങനെ നിർത്തിയിരുന്നു എന്നിരിക്കട്ടെ, അതൊരു താൽക്കാലികമായി വോട്ടിന് വേണ്ടി ചെയ്ത പദ്ധതിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ പദ്ധതി തുടർന്നു എന്നുള്ളതാണ്. ആ പദ്ധതി തുടർന്നതിന് ശേഷം 2019 കാലഘട്ടം നമുക്കറിയാമല്ലോ. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ പ്രളയക്കെടുതിയിലായിരുന്ന കാലഘട്ടമാണ്. 2019 ഏതാണ്ട് കൊറോണ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. 2020 കാലഘട്ടത്തിലെല്ലാം ആ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ആ വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യമുണ്ടായോ? അത് ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായോ? പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് വർദ്ധിപ്പിച്ചില്ല എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും അതോടൊപ്പം തന്നെ ആ വ്യക്തികൾക്ക്, അതാണ് ഞാൻ വ്യക്തികളുടെ കാര്യം സൂചിപ്പിച്ചത്, വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ കാര്യങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ആയുഷ്മാൻ പദ്ധതി പ്രകാരം ആളുകൾക്ക് കിട്ടുന്ന, വ്യക്തികൾക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ 5 ലക്ഷം രൂപ വരെ ഒരാളുടെ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സൗജന്യ ചികിത്സാ സംവിധാനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജൻധൻ അക്കൗണ്ടുകൾ വഴി, അതായത് ജനൌഷധി കേന്ദ്രങ്ങൾ വഴി ആളുകൾക്ക് സബ്സിഡൈസ്ഡ് റേറ്റിൽ മരുന്ന് കിട്ടാനുള്ള സൗകര്യം ഇതെല്ലാം നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതികളാണ്. അതിന്റെ തുടർച്ച നടക്കുകയാണ്. ശ്രീ വി പി പി മുസ്തഫ, നിങ്ങളുടെ ആരോപണം എന്ന് പറയുന്നത് BJP തന്നെ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തും ഈ ഒരു ആത്മവിശ്വാസത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ബജറ്റ് എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ കൂടി കുഴപ്പം കൊണ്ടല്ലേ, പ്രതിപക്ഷത്തിന്റെ കുഴപ്പം കൂടി കൊണ്ടല്ലേ? ഇവിടെ ഒരു മത്സരമില്ല എന്നൊരു തോന്നൽ ജനിപ്പിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ വന്നിരിക്കുന്നത്? ഇത്രമാത്രം ആത്മവിശ്വാസം ഒരു സർക്കാരിനുണ്ടാകുന്നത് സമീപകാലത്ത് ആദ്യമാണ്. അങ്ങനെ ഒരു നിലപാട് CPIM കൈക്കൊണ്ടിട്ടില്ല. BJP വീണ്ടും വരും എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ ബജറ്റ് എടുത്തിട്ടുള്ളത് എന്ന് CPIMന്റെ നീണ്ട പ്രസ്താവന തന്നെ പോളിറ്റ് ബ്യൂറോയുടെ വന്നിട്ടുണ്ട്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. CPIMന്റെ മറ്റു നേതാക്കളുടെ വന്നിട്ടുണ്ട്. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കളുടെ വന്നിട്ടുണ്ട്. അവരാരും BJP തുടർന്ന് വരും, അതുകൊണ്ടാണ് അവരിങ്ങനെ ഈ ബജറ്റിനെ കണ്ടിട്ടുള്ളത് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ വായിച്ച ഭാഗം നമ്മുടെ ധനമന്ത്രി, സംസ്ഥാന ധനമന്ത്രി പറഞ്ഞ വാചകങ്ങളാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും, ഞങ്ങൾക്ക് ജനങ്ങളുടെ കാര്യം പ്രശ്നമല്ല എന്ന നിലപാട്, ജനതാൽപര്യത്തിനനുസരിച്ചുള്ള ബജറ്റ് അല്ല, ഇനിയും അവർ തന്നെ വരും എന്ന ആത്മവിശ്വാസത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. ഇത് ധനമന്ത്രിയുടെ, നമ്മുടെ സംസ്ഥാന ധനമന്ത്രിയുടെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിന്റെ ആദ്യം പറഞ്ഞ വാചകങ്ങൾ വായിക്കൂ. ആ വാചകങ്ങൾ വളരെ കൃത്യമാണല്ലോ. ജനങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല. ഇവിടുത്തെ സാധാരണക്കാരെ, ഇവിടുത്തെ ഇവര് തന്നെ പറഞ്ഞു 4 ജാതിയാണ് ഞങ്ങൾക്കുള്ളത്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അതായിരുന്നല്ലോ. ഇത് ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ തുടങ്ങിയിട്ട് 4 ജാതി. ഈ 4 ജാതികളെയും പോലും അവർ പരിഗണിച്ചില്ലല്ലോ. നമ്മുടെ രാജ്യത്തെ വളരെ ഭീകരമായ നിലയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു കാര്യം എന്താണ് ഇപ്പൊ മനസ്സിലാവുന്നത്? 2 കാര്യങ്ങളാണ് മഞ്ചേശ്വരിയിൽ കാണേണ്ടത്. ഒന്ന്, ഇവരിപ്പോ പറയുന്നത് എന്താ, ഞങ്ങൾ ഇനി അധികാരത്തിൽ വന്ന് വലിയ ബജറ്റ് കൊണ്ടുവരും, മറ്റു കാര്യങ്ങൾ. ഇതൊന്നുമല്ല. ഇതിൽ കാണേണ്ടതെന്ന് ബജറ്റ് ഉൾപ്പെടെയുള്ള പാർലമെന്ററി കീഴ്വഴക്കങ്ങളെ എത്ര ലാഘവത്തോടു കൂടിയാണ് BJP കാണുന്നത്, നരേന്ദ്രമോദിയുടെ. കാരണം ശ്രീ കൃഷ്ണദാസിന്റെ പ്രസ്താവന നിങ്ങൾ ഇപ്പോ നോക്കിയില്ലേ? അദ്ദേഹം പറഞ്ഞത് എന്താ, 2014 വരെയുള്ള ബജറ്റ് അവതരണ രീതികളല്ല ഞങ്ങൾ ഇപ്പൊ തുടരുന്നത് എന്ന് പറഞ്ഞാൽ BJP എടുക്കുന്ന സമീപനം ബജറ്റിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ആ നിർബന്ധമില്ലല്ലോ ശ്രീ VPP മുസ്തഫ. ഇനി ഒരു സർക്കാർ വരാൻ പോകുന്ന സമയത്ത് വരവ് ചെലവ് കണക്ക് മാത്രം മതിയല്ലോ, അതിൽ വൻ പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലാത്ത സമയത്താണ് മറ്റ് സർക്കാരുകൾ വൻകിട പദ്ധതികൾ പ്രഖ്യാപിച്ചത്. അതെന്തിനു വേണ്ടിയാണ്? ജനങ്ങളെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി. അത് മോദി സർക്കാരും ചെയ്തിരുന്നു. 1ാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് വൻ പദ്ധതികൾ കൊണ്ട് അലങ്കൃതമായിരുന്നു. പക്ഷേ ആ കീഴ്വഴക്കമൊക്കെ ഇപ്പോൾ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥമാണ് ഈ പറയുന്ന ആത്മവിശ്വാസം. അല്ലല്ല, ഇവിടെ ഇതിൽ കാണേണ്ട സമീപനം എന്ന് പറയുന്നത് നമ്മുടെ പാർലമെന്ററി മര്യാദകളെയും അതിന്റെ കീഴ്വഴക്കങ്ങളെയും ഇവർ പാടെ മാറ്റുകയാണ്. ആ മാറ്റുന്നത് അവരുടെ നേരത്തെയുള്ള മറ്റൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ഇതിനോട് യാതൊരു മര്യാദയില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇന്ന് തന്നെ യഥാർത്ഥത്തിൽ നീണ്ട ഈ 1 മണിക്കൂർ സമയത്തിൽ സിംഹഭാഗവും ധനകാര്യ വകുപ്പ് മന്ത്രി എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ പറയാനാണ്, ബജറ്റിനെ കുറിച്ചല്ലേ. ഇത് യഥാർത്ഥത്തിൽ എപ്പോഴാണ് വരേണ്ടത്? ഇന്നലെ വരേണ്ടതായിരുന്നു. സാധാരണ ബജറ്റിന് മുമ്പായിട്ട് തലേ ദിവസം എക്കണോമിക് സർവേ റിപ്പോർട്ട് നേരത്തെ പ്ലാനിംഗ് കമ്മീഷനാണ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അത് ഇവര് പിരിച്ചുവിട്ടതുകൊണ്ട് നീതി ആയോഗാണ് ഇവർക്കുള്ളത്. അവർ തയ്യാറാക്കി അവതരിപ്പിക്കേണ്ട എക്കണോമിക് സർവേ റിപ്പോർട്ട് ഉണ്ട്. അവതരിപ്പിച്ചോ? അത് വന്നോ? അത് വന്നിരുന്നുവെങ്കിൽ ഇന്നത്തെ നിർമ്മലാ സീതാരാമന്റെ പ്രസംഗത്തിന്റെ 3/4 ഭാഗവും ഇല്ല.
കാരണം അതിലാണ് അതൊക്കെ വരിക. അതിന് പകരം ഉണ്ടായത് എന്താ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്, ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ ഉപദേഷ്ടാവായിട്ടുള്ള വി അനന്ത നാഗേശ്വരൻ അദ്ദേഹം ഒരു റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് പുറത്തുവിടുകയാണ്. ഇന്ത്യൻ സമ്പദ്ഘടന ഒരു അവലോകനം എന്നാണ് മലയാളത്തിൽ അതിന്റെ തലക്കെട്ട് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേന്ദ്ര സർക്കാർ പാർലമെന്റിന് മുമ്പാകെ വെക്കേണ്ട ഈ എക്കണോമിക് സർവേ റിപ്പോർട്ട് അത് അവതരിപ്പിക്കാതെ അത് കേന്ദ്ര സർക്കാരിന്റെ ഉപദേഷ്ടാവായിട്ടുള്ള അനന്ത നാഗേശ്വർ അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ട് പോലെ അവതരിപ്പിക്കുന്നു. ധനകാര്യ വകുപ്പ് മന്ത്രി ഈ സർവേ റിപ്പോർട്ടിൽ വരേണ്ട കാര്യങ്ങൾ ബജറ്റ് പ്രസംഗത്തിൽ കൊണ്ടുവരുന്നു, ബജറ്റിന്റെ കാര്യങ്ങൾ പ്രസംഗത്തിൽ ഉണ്ടാകുന്നില്ല. അപ്പോ വളരെ അപകടകരമായ നിലയിലേക്ക് നേരത്തെ തന്നെ പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടല്ലോ എങ്ങനെയാണ് ഇവർ ഈ ശ്രീ VPP മുസ്തഫ, ഇത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ എന്ന പതിവ് വിമർശനം നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞില്ല എന്നതിന്റെ വിഷമം കൂടിയല്ലേ താങ്കളുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ BJP-ക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അതുകൊണ്ടല്ലേ എല്ലാ ബജറ്റ് അവതരണത്തിനും അവസാനം അങ്ങനെ ഒരു സെന്റൻസ് കേൾക്കാവുന്നതാണ്. പക്ഷെ ഇത്തവണ കേൾക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എസ് ആദികേശവൻ, ഇങ്ങനെ കുറച്ച് രാഷ്ട്രീയം കൂടി ഇതിൽ സംസാരിക്കണമല്ലോ. താങ്കൾ ഒരു സാമ്പത്തിക വിദഗ്ധനാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ ശ്രീ VPP മുസ്തഫ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഈ കീഴ്വഴക്കങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ബജറ്റ് എന്ന് പറയുന്നത് ലഘുവായ ഒരു കാര്യം, അതിനത്ര ഗൗരവം കൊടുക്കേണ്ട എന്ന രീതിയിലുള്ള അവതരണം നടക്കുന്നു. അത് പാർലമെന്ററി ജനാധിപത്യത്തിന് നല്ലതല്ല എന്നുള്ള കാര്യം അങ്ങനെയാണോ സംഭവിച്ചത് ഇന്ന് ശ്രീ ആദികേശവൻ? മഞ്ജുഷ്, നമ്മള് ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഞാൻ ഇതിന്റെ കണക്കുകളിൽ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ബജറ്റിൽ അവതരണം നടന്നു, ഇടക്കാല ബജറ്റ് ആയിരുന്നു. 1 മണിക്കൂറാണ് ധനമന്ത്രി ഇതിന്റെ അവതരണത്തിന് വേണ്ടി എടുത്തത്. പ്രധാനമായിട്ടും എനിക്ക് വളരെ നല്ലതെന്ന് തോന്നാൻ കാരണം ഈ കണക്കിലെ വിശ്വാസ്യതയാണ്. നമ്മുടെ ബജറ്റ് അവതരണത്തിൽ സാധാരണ നമ്മൾ നോക്കാറുള്ളത് കഴിഞ്ഞ ബജറ്റിന്റെ അവതരണ സമയത്ത് എത്രയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ആയിട്ട് ധനമന്ത്രി വിഭവ സമാഹരണത്തിനായി പറയുന്ന കണക്ക്, അതേ വിഭവ സമാഹരണം നടത്താൻ സാധിച്ചോ എന്നുള്ളത് വളരെ നല്ലൊരു ടെസ്റ്റ് ഓഫ് ക്രെഡിബിലിറ്റിയാണ്, വിശ്വാസ്യതയുടെ ഒരു ടെസ്റ്റാണ്. ആ ഒരു ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഭവ സമാഹരണത്തിന്റെ കാര്യത്തിൽ സർക്കാർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് സമ്മതിക്കേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ 23,30,000 കോടിയായിരുന്നു മൊത്തത്തിലുള്ള ടാക്സ്. ശരി, സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ ശ്രീമതി മേരി ജോർജിലേക്ക് പോവുകയാണ്. ശ്രീമതി മേരി ജോർജ്, ഇപ്പോൾ ഇവിടെ ശ്രീ ആദികേശവൻ പറഞ്ഞു വന്നത് നികുതി പിരിക്കുന്നതിൽ വിജയിച്ചു എന്നാണ്. കാരണം ആ എസ്റ്റിമേറ്റ് ചെയ്ത തുകയേക്കാൾ കൂടുതൽ തുക പിരിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് 2021-22 മുതൽ. ആ ഒരു കണക്കാണ് അദ്ദേഹം ഉദ്ധരിച്ചു തുടങ്ങിയത്. അതിൽ ഈ വർഷത്തെ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഏറ്റവും അവസാനത്തെ ക്വാർട്ടറിൽ പോലും അത് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഞാൻ ഇന്നൊരു പ്രസ്താവന വായിച്ചു, അത് നമ്മുടെ ധനമന്ത്രി, സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലിൻ്റെതാണ്. അദ്ദേഹം പറയുന്നത് നികുതി പിരിച്ചെടുക്കുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടു എന്നാണ്. ആരാണ് ഈ പറയുന്നത് എന്ന കാര്യമുണ്ട്. സംസ്ഥാന സർക്കാർ ഏത് രീതിയിലാണ് നികുതി പിരിച്ചെടുക്കുന്നത് വിജയിച്ചിരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. ശ്രീമതി മേരി ജോർജ്, ഇങ്ങനെ ശ്രീ ആദികേശവൻ പറഞ്ഞു വന്ന ഈ കാര്യം അത് യാഥാർത്ഥ്യമുള്ളതാണോ അതോ താങ്കൾക്ക് യോജിക്കാൻ പറ്റാത്തതാണോ? അതായത് നികുതി പിരിവില് വസ്തുനിഷ്ഠമായി നോക്കുമ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അതായത് മാറ്റം വന്നത് എന്തുകൊണ്ടാണ്? ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ GST വന്നത് മുതലുള്ള 5 വർഷവും GSTയെ സമചിത്തതയോടെ നേരിട്ട് അതിലെ പാകപ്പിഴകൾ മാറ്റാൻ, ആ സോഫ്റ്റ്വെയറിലേക്കുള്ള പ്രശ്നങ്ങളെ എല്ലാം മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനാണ് 2017 നവംബറിൽ തന്നെ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപിച്ചത്. അതായത് നമ്മുടെ എന്താ പറയാ, ഈ നമ്മൾ സാധാരണ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കി കളഞ്ഞപ്പോൾ ഒരുപാട് നികുതി വെട്ടിക്കൽ നടക്കുമെന്നറിയാമായിരുന്നു. അപ്പൊ അത് പരിഹരിക്കാൻ എപ്പോ വേണമെങ്കിലും എവിടെ വെച്ചും നിർത്തി പരിശോധിക്കാം, ട്രക്കുകൾ പരിശോധിക്കാനുള്ള അവകാശം അങ്ങനെ ജുഡീഷ്യൽ പവർ വരെ കൊടുത്തിട്ടാണ് ഈ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ എന്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലും 300 ഉദ്യോഗസ്ഥര് ടാക്സേഷൻ വകുപ്പില് ആ കെയർ ഓഫിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പൊ ആ നാഷണൽ ആന്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണ് നികുതി വെട്ടിക്കൽ, GSTയിലെ വെട്ടിക്കൽ തടയുക. അപ്പൊ അങ്ങനെ തടയാൻ പറ്റുന്നില്ലായിരുന്നു ഇന്ത്യയില്. 2022 ബജറ്റിന് മുൻപ് നിർമ്മല സീതാരാമൻ ഈ പറയപ്പെട്ട കമ്മിറ്റിയോട് പറഞ്ഞു, നിങ്ങൾ വളരെ ശക്തിയായിട്ട് പ്രവർത്തിക്കണം, പ്രവർത്തിച്ച് കുറ്റക്കാരെ കണ്ടുപിടിക്കണം, നികുതി വർധനവ് റിയൽ ആക്കണമെന്ന്. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 58,000 കോടിയുടെ ഫേക്ക് ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കണ്ടുപിടിച്ചു. അതിനുശേഷമാണ് നിർമ്മല സീതാരാമൻ ഓരോ ഈ ഫേക്ക് ITC ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ കൺസേൺഡ് കമ്പനിയുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ ആധാർ നമ്പർ കൂടി രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് ഇംപ്രൂവ്മെന്റ്സ് നടത്തി ആ സിസ്റ്റത്തിൽ എന്നതുകൊണ്ടാണ് ഈ നികുതി വർധനവുണ്ടായിരിക്കുന്നത്. പക്ഷെ അപ്പോഴും മഞ്ജുഷ ഒരു കാര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ നികുതി പിരിവ് ഊർജിതമായിട്ടുണ്ട് എങ്കിൽ, ആ കണക്ക് യാഥാർത്ഥ്യമുള്ളതാണെങ്കിൽ അതിന് കേന്ദ്രമന്ത്രിയെ സംസ്ഥാന ധനമന്ത്രി അഭിനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത്? കാരണം ഈ അതിൽ ഒരു വിഹിതം ഇങ്ങോട്ടും വരേണ്ടതാണല്ലോ. അവിടെ നികുതി പിരിവ് എത്രമാത്രം ഊർജിതമാകുന്നു അതിനനുസരിച്ചുള്ള വിഹിതം ഇങ്ങോട്ട് വരേണ്ടതാണല്ലോ. അപ്പോൾ അതിനെ അഭിനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും. അപ്പൊ ഇദ്ദേഹം ഇവിടെ എങ്ങനെയാണ് ഇംപ്രൂവ്മെന്റ് എന്ന് ഇപ്പം മറ്റേ 5-ാം തീയതി ബജറ്റ് വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വേറൊരു കാര്യമാണ് പറയാൻ വന്നത്. അതായത് നിർമ്മല സീതാരാമൻ ഈ പറയുന്ന തരത്തിലുള്ള, അതായത് ഒരു വേൾഡ് സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ GST വരുമാനം ഉയർന്നിട്ടില്ല. വേൾഡ് ബാങ്ക് നടത്തിയ ഒരു സ്റ്റഡിയുണ്ട്. ആ സ്റ്റഡിയുടെ കണ്ടെത്തൽ എന്താണ്? 197 രാഷ്ട്രങ്ങളുടെ GST, 162 രാഷ്ട്രങ്ങളുടെ GST വരുമാനത്തെ പഠിച്ചപ്പോ അവരുടെ ശരാശരി നികുതി GDP റേഷ്യോ 40% എന്ന് വെച്ചാൽ നമ്മൾ 20%-ലും താഴെ, 15%-ലും താഴെയാണ്. അത് 10% താഴെയായിരുന്നു കോവിഡ് കാലത്തും ഒക്കെ. അതിപ്പോ 12%-ൽ താഴെ ഇപ്പോഴും നിൽക്കുന്നത്, അതിന് മുകളിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഇപ്പോഴും കാര്യക്ഷമത ഒരുപാട് വർദ്ധിക്കാനുണ്ട്. നികുതി വരുമാനത്തിൽ വലിയ മാറ്റം വരേണ്ടതുമാണ്. പക്ഷേ നേടിയത് നേടിയില്ല എന്ന് നമ്മൾ പറയേണ്ട എന്ന് മാത്രം. എന്താണോ ബജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് അതിനേക്കാൾ കൂടുതൽ നികുതി പിരിവ് നടന്നിട്ടുണ്ട് എന്നാണ്. അത് വലിയ കാര്യം തന്നെയാണല്ലോ. തീർച്ചയായിട്ടും അത് വലിയ കാര്യം. അത് വലിയ കാര്യം എന്ന് പറയുമ്പോൾ അത് ചെറുതാകുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ലോക ശരാശരിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ കണ്ടെത്തൽ ചെറുതായി പോകുന്നത്. അപ്പൊ നമ്മൾ വേൾഡ് സ്റ്റാൻഡേർഡിലേക്ക് തന്നെ നമ്മുടെ നികുതി സമാഹരണ GDP റേഷ്യോ കൊണ്ടെത്തിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വികസനത്തിന് ആവശ്യമായ തരത്തിൽ വിഭവ സമാഹരണം സാധ്യമാകൂ. അതുകൊണ്ടാണ് ഈ വേൾഡ് ആവറേജ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ അടുത്തെങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇപ്പൊ നമ്മൾ ബജറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പൊ ആദ്യം തന്നെ പറഞ്ഞല്ലോ, അതായത് ഗരീബി, അതായത് പാവപ്പെട്ടവര്, അത് കഴിഞ്ഞാൽ പിന്നെ കർഷകര്, അത് കഴിഞ്ഞാൽ മഹിളകള്, യൂത്ത്. ഇപ്പൊ യൂത്തിന്റെ കാര്യം ഞാൻ കർഷകരുടെ ഒക്കെ കാര്യം എനിക്ക് പറയാനുണ്ട്. പക്ഷെ യൂത്തിന്റെ കാര്യം ഞാൻ എടുക്കട്ടെ. യൂത്തിന് നരേന്ദ്രമോദി ഗവൺമെന്റ്, അതായത് ഞാൻ അത് പറയാൻ കാരണം, അതായത് 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വികസനം എന്ന് പറയുന്നത് ശൂന്യമായിരുന്നു എന്ന രീതിയിലാണ് അവരുടെ, അതായത് നിർമ്മല സീതാരാമന്റെ ആ ബജറ്റ് സ്പീച്ച് കേട്ടാൽ നമുക്ക് തോന്നുക. എല്ലാം ഈ 10 വർഷം കൊണ്ട് ഞങ്ങൾ വെട്ടിപ്പിടിച്ചു എന്നുള്ള തരത്തിലാണ് അവരത് ബജറ്റ് അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ യൂത്തിനെ എടുക്കാം. അതായത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് 2014 ബജറ്റിൽ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ഇന്ത്യയെ ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ടൂറിസം, ട്രഡീഷൻ, ഈ ടിയിൽ തുടങ്ങുന്ന 5 വാക്കുകൾ, ഇവ പ്രാവർത്തികമാക്കി വികസനത്തിന്റെ വലിയ ശൃംഖങ്ങളിലേക്ക് ഇന്ത്യയെ എത്തിക്കുമെന്ന്. എന്നിട്ട് അപ്പൊ ഈ യൂത്തിന് ട്രെയിനിങ് കൊടുക്കും, ടെക്നോളജി അപ്ഗ്രേഡേഷൻ നടത്തും എന്നൊക്കെ പറയുന്ന മോദിജി ഒരൊറ്റ പ്രാവശ്യം പോലും GDPയുടെ 3% താഴെയല്ലാതെ, അതായത് നമ്മുടെ അയൽ രാജ്യങ്ങളൊക്കെ 5-6% GDPയുടെ എഡ്യൂക്കേഷന് വേണ്ടി ചെലവഴിക്കുന്നത്, പ്രത്യേകിച്ച് ചൈന. അപ്പൊ ഓർക്കുക, ചൈന അമേരിക്കയോട് പിന്നെ എപ്പോഴും അതായത് മത്സരിക്കുന്ന, ടെക്നോളജി രംഗത്ത് അത്ര അതീവ വളർച്ച നേടിയ ഒരു രാജ്യമാണ്. എപ്പോഴാണ് അമേരിക്കയെ താഴെ നിർത്തുന്നത് എന്ന ഒരവസ്ഥയില്.
അപ്പൊ ആ നിലവാരത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണമെങ്കിൽ, അതായത് ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ടൂറിസം, ട്രഡീഷൻ, ഇതുകൊണ്ട് ഇന്ത്യയെ വളർത്താൻ പറ്റണമെങ്കിൽ എഡ്യൂക്കേഷനിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് വരണം. എഡ്യൂക്കേഷണൽ ഇൻവെസ്റ്റ്മെന്റ് വരണം. നമുക്കറിയാം ടെക്നോളജി രംഗത്ത് നമ്മൾ മോശക്കാരല്ല, പക്ഷെ നമ്മുടെ നമ്മളങ്ങനെ വളർത്തിയെടുക്കുന്ന IIT ഒക്കെ വരുന്ന മിടുക്കരായ കുട്ടികളൊക്കെ ഇന്ത്യ വിട്ടു പോവുകയാണ്. അപ്പൊ അവരൊക്കെ ഇന്ത്യയിൽ തന്നെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ വളർച്ചയ്ക്ക് അനുസൃതമായ ഒരു വ്യാവസായിക അന്തരീക്ഷം ഇന്ത്യയിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ അവർക്ക് നല്ല വേതനം കിട്ടണം. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്ന 4 മാനദണ്ഡങ്ങളുണ്ട്. ലേബർ പിന്നെ സുസ്ഥിരതയ്ക്ക് വേണ്ടി പറയുന്ന 4 മാനദണ്ഡങ്ങൾ. അതായത് ജോബ് ഫിക്സിറ്റി, ഒന്നാമത് ഡീസന്റ് വേജ്, 2 ഹയർ ആൻഡ് ഫയർ പാടില്ല, ഫിക്സിറ്റി ഓഫ് ജോബ്. അതിവിടെ ഉണ്ടോ മഞ്ജുഷ്? അഗ്നിവീർ ഒന്നെടുത്തു നോക്കൂ, അഗ്നിവീർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ അല്ലേ അഗ്നിവീർ എന്ന് പറഞ്ഞിട്ട് സേനയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇറങ്ങിയാൽ അവരെവിടെ പോകും? അതിൽ നിന്ന് ഒരു ചെറിയ ശതമാനത്തിന് പിന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടും, പക്ഷെ ബാക്കിയുള്ളവരെല്ലാം പുറത്താകും. അപ്പോൾ ഈ സുസ്ഥിര തൊഴില് എന്ന ആ കോൺസെപ്റ്റ് ILOയുടെ 2000-ലെ കൺവെൻഷനിലെ ഈ ഡീസന്റ് വേജ് എന്ന ആ കൺവെൻഷൻ കോൺസെപ്റ്റില് ഇന്ത്യയും സിഗ്നേറ്ററിയാണ്. ശരി. അപ്പോൾ ഒരു പ്രയോറിറ്റി തീരുമാനിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ ശ്രീ ആദികേശവനിലേക്ക് മടങ്ങി പോവുകയാണ്. ശ്രീ ആദികേശവൻ, താങ്കൾ പറഞ്ഞു വന്നത് ഈ നികുതി പിരിവിൽ ബജറ്റ് എസ്റ്റിമേറ്റിനേക്കാളും മെച്ചപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ട് സർക്കാരിനെന്നാണ്. പക്ഷേ അവിടെ ശ്രീമതി മേരി ജോർജ് പറഞ്ഞത് ഇതൊരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്. അപ്പോൾ അത് കുറഞ്ഞിരിക്കുന്നു നമ്മുടെ GST പിരിവ്. ഇതേക്കുറിച്ചാണ് ശ്രീമതി മേരി ജോർജ് പറഞ്ഞത്. താങ്കളും അതേ വിലയിരുത്തൽ നടത്തുന്നയാളാണോ? മഞ്ജുഷ, അതല്ല, നമ്മളൊരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നികുതി, അതായത് ടാക്സ് ടു GDP റേഷ്യോ മറ്റുള്ള ചില വികസിത രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പിന്നാക്കം നിൽക്കുന്നു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ 4 വർഷമായിട്ടുള്ള ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ആശ്വാസകരമായ ഒരു കാര്യം, 2021-22 15,45,000 കോടിയാണ് ശരിക്കും എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് ബഡ്ജറ്റിൽ. പക്ഷേ വർഷാവസാനം ആക്ച്വൽസ് വന്നപ്പോഴത്തേക്കും 18 ലക്ഷം കോടി പിരിക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ അടുത്ത വർഷം 22-23 19 ലക്ഷമാണ് എസ്റ്റിമേറ്റ് ചെയ്തത്. 20,97,000, അതായത് ഏകദേശം 21 ലക്ഷം കോടി സമാഹരിക്കാനായിട്ട് സാധിച്ചു. 23-24 ഈ പറഞ്ഞ പോലെ 23 ലക്ഷം എന്നുള്ളത് 23 ലക്ഷത്തിൽ തന്നെ നമുക്ക് എത്തി നിൽക്കുവാൻ സാധിക്കുന്നു. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ കണക്കുകൂട്ടലുകൾ ശരിയായി വരുന്നു, നമ്മുടെ സമ്പദ്ഘടന ഉദ്ദേശിച്ച രീതിയിൽ തന്നെയുള്ള വളർച്ച കൈവരിക്കുന്നു. കാരണം വളർച്ച എന്ന് പറയുന്നത് ഒരു ഫിഗർ മാത്രമാണ്. ആ വളർച്ച എവിടെയാണ് പ്രതിഫലിക്കുന്നത്? നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ടാക്സ്, ശരിക്കും ഇൻകം ടാക്സ് അടയ്ക്കപ്പെടുന്നു, അല്ലെങ്കിൽ GST ടാക്സ് നികുതി അടയ്ക്കപ്പെടുന്നു. ഇതെല്ലാം ഹാർഡ് ക്യാഷ് ആണ്, സർക്കാരിന് വരുന്ന ക്യാഷ് ആണ്. അല്ലെങ്കിൽ ഈ വളർച്ചാ നിരക്ക് വെറും ഒരു നിരക്കായിട്ട് അന്തരീക്ഷത്തിൽ നിൽക്കുകയുള്ളൂ. വളർച്ചാ നിരക്കിന്റെ ഏറ്റവും നല്ല പ്രതിഫലനമാണ് ഉദ്ദേശിച്ച രീതിയിലുള്ള ടാക്സ് കളക്ഷൻ. അതിനി ഞാൻ ബഹുമാനപ്പെട്ട മാഡം മേരി ജോർജ് പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടില്ല. പക്ഷെ വാദം ടാക്സ് GDP നമ്മൾ ഇനിയും ഉയർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വാദമെങ്കിൽ ഞാൻ അത് അംഗീകരിക്കുന്നു. അല്ല, അത് ഓരോ വർഷവും ഉയർത്തിക്കൊണ്ട് വരുവാൻ ശ്രമിക്കുന്നുമുണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ ബജറ്റിൽ എസ്റ്റിമേറ്റ് കഴിഞ്ഞതിനേക്കാൾ കൂടുതലാണല്ലോ നികുതി പിരിച്ചെടുക്കുന്നത്. അത് മാത്രമല്ല, ഇനി അതിൽ മറ്റൊരു കാര്യം, ഇവിടെ ശ്രീ റോണി കെ ബേബി പറഞ്ഞ ഒരു കാര്യമുണ്ട്. സാമ്പത്തിക സ്ഥിതി മോശമാണ് കേന്ദ്ര സർക്കാരിന്റെ, അതുകൊണ്ടാണ് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്താതിരുന്നത്. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതോ ഈ ആത്മവിശ്വാസമാണോ, ഞങ്ങൾ ഭരണത്തിലേക്ക് തിരിച്ചു വരും, അല്ല ഭരണം ഉറപ്പിച്ചു തന്നെ ഞങ്ങൾ ഇരിക്കുകയാണ്, ജൂലൈയിൽ ഞങ്ങൾ തന്നെ ബജറ്റ് അവതരിപ്പിക്കും, അപ്പോൾ പ്രഖ്യാപിക്കാം, ആ ഒരു ആത്മവിശ്വാസമാണോ? അതോ അദ്ദേഹം പറഞ്ഞ പോലെ ഈ സാമ്പത്തിക പ്രശ്നങ്ങളാണോ? പക്ഷേ അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് പ്രശ്നമില്ലല്ലോ, ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലിരിക്കുന്നവർക്ക്. മഞ്ജുഷ, ഈ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നുള്ളത് ഒരു വീക്ഷണമാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ ഈ ധനക്കമ്മി കൂടി നിൽക്കുന്നു, അതായത് പരമ്പരാഗതമായി അംഗീകരിക്കപ്പെട്ട തോതിൽ നിന്നും കൂടി നിൽക്കുന്നു. എത്രത്തോളം വിഭവ സമാഹരണം നടത്തിയിട്ടും 5% അല്ലെങ്കിൽ 5.8-ലാണ്, 5.9 ആയിരുന്നു ഉദ്ദേശിച്ചത്, 5.8-ൽ കൊണ്ട് പിടിച്ചു നിർത്തി. അടുത്ത വർഷം 5.1, അതും
സാധാരണ ഉദ്ദേശിക്കപ്പെടുന്ന തോതിൽ നിന്നും കൂടി നിൽക്കുന്നു. അതാണ് കാരണമെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാൻ അതിനോട് വിയോജിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയുടെ കടം, നമ്മുടെ പൊതുകടം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ പൊതുകടമല്ല ഗവൺമെന്റിന്റെ ഡെറ്റിന്റെ 98% ഇന്ത്യൻ റുപ്പിയിലാണ് ഡിനോമിനേറ്റഡ്. കഴിഞ്ഞ ബജറ്റിന്റെ അനക്ഷറിൽ, ഈ ബജറ്റിന്റെ അനക്ഷറിൽ എനിക്ക് നോക്കാനായിട്ടുള്ള അവസരം കിട്ടിയില്ല. മൊത്തം 24 മാർച്ച് അവസാനത്തോടുകൂടി ഇന്ത്യ ഗവൺമെന്റിന്റെ മൊത്തം കടം 169 ലക്ഷം കോടിയാണ്. 169 ലക്ഷം കോടിയിൽ 164 ലക്ഷം കോടിയും ഇന്ത്യൻ റുപ്പിയിൽ ഡിനോമിനേറ്റ് ചെയ്യപ്പെട്ട കടമാണ്. 5 ലക്ഷം കോടി മാത്രമേ ഉള്ളൂ വിദേശ കറൻസിയിൽ ഡിനോമിനേറ്റ് ചെയ്യപ്പെട്ട കടം. അപ്പൊ വിദേശ കറൻസിയിൽ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള കടം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി കൂടുന്നു. അതുകൊണ്ട് കടത്തിന്റെ തോത്, ഫിസിക്കൽ ഡെഫിസിറ്റ്, കടത്തിന്റെ തോത് കൊണ്ടാണല്ലോ ഫിസിക്കൽ കമ്മി നമുക്ക് വരുന്നത്. അതാണ് ഒരു ബുദ്ധിമുട്ട്. കേന്ദ്ര ഗവൺമെന്റ് സ്ഥിതി അത്ര പരിഗണനയിലാണെന്നുള്ള അഭിപ്രായമെങ്കിൽ അതിനോട് ഞാൻ വിയോജിക്കുന്നു. കാരണം ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഡെറ്റ് റുപ്പി ഡിനോമിനേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മൾ ഓർക്കേണ്ടത്. മഞ്ജുഷേ, 2020-21 ഫിസിക്കൽ ഡെഫിസിറ്റ് 9.1 ആയിരുന്നു. അതിനുശേഷം 6.7 ആയി, 6.4 ആയി, 5.9 ടാർഗറ്റ് ചെയ്തു, 5.8 എത്തി നിൽക്കുന്നു. ഇതെല്ലാം പരമ്പരാഗതമായി പറയപ്പെടുന്ന 3-3.5% വളരെ കവിഞ്ഞു നിൽക്കുന്നു. എങ്കിലും നമ്മുടെ റേറ്റിങ്ങിനെ അത് അഫക്ട് ചെയ്തിട്ടില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എസ് മോഹൻകുമാർ കൂടിയുണ്ട്, സാമ്പത്തിക വിദഗ്ധൻ. ശ്രീ എസ് മോഹൻകുമാർ, ഈ കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ആ പതിവ് വിമർശനം ആവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളോട് കടമെടുക്കേണ്ട എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ കടം എത്രയാണ് എന്ന്. അതിനുള്ള ഒരു മറുപടി കൂടിയാണ് ശ്രീ ആദി കേശവൻ ഇവിടെ പറഞ്ഞത്. ശ്രീ എസ് മോഹൻകുമാർ, മ്യൂട്ടാണോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ ശ്രീ മോഹൻകുമാർ. ഞാൻ അതിലേക്ക് വരാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2003 കേന്ദ്ര സർക്കാർ പാസാക്കിയ FRBM ആക്ട് അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് അവരുടെ GDP-യുടെ 3% കൂടുതൽ കടമെടുക്കാൻ പാടില്ല എന്ന് പറയുകയും കേന്ദ്ര സർക്കാർ 5.5% കൂടുതൽ കടമെടുക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ കടം അവരുടെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് കോവിഡ് കാലത്ത് 5.7 ട്രില്യൺ രൂപയായിരുന്നത് 5.7 ലക്ഷം കോടിയായിരുന്നത് 2024 ഇപ്പോ ഈ വർഷം 15.8 ട്രില്യൺ രൂപയായി വർദ്ധിച്ചു. അപ്പോ കേന്ദ്ര സർക്കാരിന് എന്തുമാവാം, സംസ്ഥാന സർക്കാർ നിയന്ത്രണങ്ങളിൽ നിൽക്കണം. അത് പരമാവധി ഏതെല്ലാം തരത്തിൽ ശ്വാസം മുട്ടിക്കാൻ കഴിയുമോ അതെല്ലാം ശ്വാസം മുട്ടിച്ചേ പറ്റൂ എന്നുള്ള പിടിവാശിയിലാണ് കേന്ദ്ര സർക്കാർ എന്ന് നമുക്ക് തോന്നുന്നു. ഈ നികുതി വരുമാനത്തിലുണ്ടായ വളർച്ച തന്നെ സംസ്ഥാനങ്ങൾക്ക് കൂടി ആശ്വാസം ഉണ്ടാവുന്നതാണല്ലോ. ശ്രീ എസ് മോഹൻകുമാർ, ഒരു പങ്ക് ഇങ്ങോട്ട് വരേണ്ടതാണല്ലോ, 1.92 ഇങ്ങോട്ട് കിട്ടേണ്ടതാണല്ലോ. 15ാം ധനകാര്യ കമ്മീഷൻ നമ്മളുടെ രാജ്യത്ത് നിന്ന്, നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് 1 രൂപ പിരിച്ചെടുത്താൽ നമുക്ക് കിട്ടുന്നത് 25 പൈസയാണ്. പക്ഷെ അത് നമ്മളുടെ വികസന മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പക്ഷെ ഞാൻ പറയുന്ന ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, ഇത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ്. ഇന്ത്യയിൽ വികസന പ്രവർത്തനങ്ങളുടെ 70% ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റുകളാണ്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റുകളെ പ്രത്യേകിച്ചും കോവിഡ് അനന്തര കാലഘട്ടത്തിൽ ഇങ്ങനെ മൂക്കിക്കയറിടുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഇതൊന്നും ബാധകമല്ല എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ 2021-22 അന്ന് ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചല്ലോ 4.5% ഫിസിക്കൽ ഡെഫിസിറ്റ് നിർത്തുമെന്ന്. ആ ഫിസിക്കൽ ഡെഫിസിറ്റ് 4% നിർത്താൻ കഴിയാതെ 5.7% ഇപ്പോൾ നിൽക്കുന്നു. അതാകാം എന്നുള്ളതാണ്. അപ്പോ അതല്ല ഇന്നത്തെ വിഷയം. ഇപ്പൊ ഇവിടുത്തെ വിഷയം ഇന്ന് വളരെ പ്രതീക്ഷയോടെ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും നോക്കിയിരുന്ന ഒരു ഇടക്കാല ബഡ്ജറ്റാണ്. കാരണം ഇന്ത്യയിൽ ഈ ഇടക്കാല ബഡ്ജറ്റിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക സർവേ പാർലമെന്റിൽ അവതരിപ്പിച്ചില്ല. പകരം നമ്മുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഒരു ഇടക്കാല ബജറ്റിനെ അത്ര താല്പര്യത്തോടെ നോക്കേണ്ട ആവശ്യമുണ്ടോ ശ്രീ എസ് മോഹൻകുമാർ? ഒരു വരവ് ചെലവ് കണക്ക് മാത്രമല്ലേ അത്?
ഇടക്കാല ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. കാരണം രാജ്യം ഒരുപാട് കാലം നിലനിൽക്കണം. പക്ഷേ ഈ രാജ്യം എന്ന് പറയുന്ന 140 കോടി ജനങ്ങളാണ്. 140 കോടി ജനങ്ങളുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്ന 72-73 വയസ്സാണ്. അവരെ സംബന്ധിച്ചോളം മാർച്ച് മുതൽ ജൂൺ വരെയുള്ളത് വലിയൊരു കാലദൈർഘ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്? ഇപ്പോൾ റിസർവ് ബാങ്ക് തന്നെ പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ച് 2019 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ റിയൽ വേജസിൽ നെഗറ്റീവ് ഗ്രോത്ത് ആണ് 0.6%. അവരുടെ കൂലി ഓരോ വർഷവും 0.6% കുറയുന്നു കൂലി. മറ്റൊന്ന്, ഈ നോൺ അഗ്രികൾച്ചർ വേജസിൽ 1.4% ഓരോ വർഷവും കുറഞ്ഞു വരുന്നു. ഇത് പുറത്ത് 2024 ജനുവരി 20 അശോക് ഗുലാത്തി തന്നെ എഴുതിയ ലേഖനത്തിൽ പ്രസിദ്ധീകരിച്ച കാര്യങ്ങളാണ്. അദ്ദേഹം ഗവൺമെന്റിന് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഇതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇന്നത്തെ ഇന്ററിം ബഡ്ജറ്റിന്റെ ഡോക്യുമെന്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞത് ഞങ്ങൾ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കിയെന്നാണ്. ഈ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കിയെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും പ്രതിഫലിക്കണം. അത് പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അന്താരാഷ്ട്ര ഏജൻസികൾ പ്രസിദ്ധീകരിച്ച കണക്കുകളിലെല്ലാം പറയുന്നത് ഇന്ത്യയിൽ വിശക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ 106-ൽ നിന്ന് 111ആയി. നമ്മുടെ BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത് 66 അപ്പോ ഇത് ഒരു ഭാഗത്ത് സംഭവിക്കുന്നു. മറ്റൊരു ഭാഗത്ത് റിസർവ് ബാങ്ക് പുറത്തുവിട്ട കണക്കുണ്ട്. ഈ ഇന്ത്യയിൽ കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഇന്ത്യയിലെ ജനസംഖ്യയിൽ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യമുക്തരായി ആയിട്ടുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് അവസാനമായി പുറത്തുവിട്ട കണക്കിൽ എന്താ പറയുന്നത്? ഇന്ത്യയിലെ കുടുംബങ്ങളുടെ ആസ്തിയിൽ ഗണ്യമായ കുറവുണ്ടെന്നാണ്. ഇന്ത്യയുടെ കുടുംബങ്ങളുടെ ആസ്തിയിൽ 22.8 ലക്ഷം കോടി ആയിരുന്നത്, അതായത് 2020 ഇന്ത്യയിലെ കുടുംബങ്ങളുടെ ആസ്തി 22.8 ലക്ഷം ആയിരുന്നത് 23 ആയപ്പോൾ 16.96 ലക്ഷം കോടിയായി കുറഞ്ഞു. അതേസമയം കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ കടബാധ്യതയുള്ള, അതായത് കുടുംബങ്ങളുടെ കടബാധ്യത, സർക്കാർ വാങ്ങുന്ന കടബാധ്യതയല്ല, കുടുംബങ്ങളുടെ കടബാധ്യത ഏറ്റവും കൂടിയ നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് റിസർവ് ബാങ്ക് പറയുന്നു. അതോടൊപ്പം തന്നെ പറയുന്നു ഇന്ത്യയുടെ പ്രൈവറ്റ് സേവിംഗ്, കുടുംബങ്ങളുടെ സേവിംഗ് നിരക്ക് GDP-യുടെ 5.1 കുറഞ്ഞു. അത് 3 വർഷത്തേക്ക് മുമ്പേ 11.5%. അപ്പൊ ഈ കണക്കുകളെല്ലാം കാണിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, സാധാരണഗതിയിൽ ഒരു രാജ്യം മുന്നോട്ട് പോകുമ്പോൾ, ഇപ്പൊ അമേരിക്കയിൽ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ അവിടുത്തെ വർക്ക് ഫോഴ്സിന്റെ 4% മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ത്യയിൽ 2019 കോവിഡിന് മുമ്പേ വരെ 60% ഇന്ത്യൻ വർക്ക് ഫോഴ്സിൽ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം 42% കുറഞ്ഞു. അത് പോസിറ്റീവ് ഇൻഡിക്കേറ്ററാണ്. എന്നാൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ആ 42 എന്നുള്ളത് 45 ഉയർന്നു. 45% ഇന്ന് വർക്ക് ഫോഴ്സിന്റെ 45% കാർഷിക മേഖലയിലേക്ക് തിരിച്ചു പോകുന്നു. ഇന്ത്യ റിവേർട്ട് ചെയ്യാണ്, മുന്നോട്ട് പോവുകയല്ല. ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾ ഉള്ളപ്പോഴും ആത്മവിശ്വാസം അത് വളരെ വലുതാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊരു ഇടക്കാല ബജറ്റ് മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് ജൂലൈയിൽ തന്നെ അടുത്ത ബജറ്റ് അവതരിപ്പിക്കും, അതൊരു സമ്പൂർണ്ണ ബജറ്റ് ആയിരിക്കും എന്ന്. ശ്രീ റോണി കെ ബേബി, താങ്കളുടെ നിരീക്ഷണത്തെ ഇവിടെ എതിർത്തത് ശ്രീ ആദികേശവനാണ്. താങ്കൾ പറഞ്ഞത് സാമ്പത്തിക സ്ഥിതി അനുകൂലമല്ലാത്തത് കൊണ്ടാണ് ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് ധനമന്ത്രി മുതിരാത്തത് എന്നാണ്. പക്ഷെ അതൊരു ലോജിക്കില്ലാത്ത കാര്യമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ആത്മവിശ്വാസം ഇല്ലായിരുന്നുവെങ്കിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്താമായിരുന്നു. അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ബാധ്യതയേ അല്ലല്ലോ ഭരണത്തിൽ തിരിച്ചു വരുന്നില്ല എങ്കിൽ. അടുത്ത ബജറ്റ് അടുത്ത സർക്കാർ അവതരിപ്പിക്കും. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ പ്രശ്നമുണ്ടാകുന്നത്? പക്ഷേ അതിന് മുതിരാത്തത് ഈ പൊതുവെ വിലയിരുത്തുന്ന കാര്യം കൊണ്ട് തന്നെയാണ്. ഭരണ തുടർച്ച അത് ഉറപ്പാക്കിയിട്ടുണ്ട് മോദി സർക്കാർ. മഞ്ജുഷെ, ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഞാൻ ചില കണക്കുകൾ ബഹുമാനപ്പെട്ട പാനലിസ്റ്റുകളുടെ മുന്നിൽ വെച്ചുകൊള്ളട്ടെ. ഈ ബജറ്റ് പ്രകാരം ബജറ്റ് ഹൈലൈറ്റ്സ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതില് ബോറോവിങ് ഏറ്റവും അധികം ഹെഡ് അല്ലെങ്കിൽ ഇൻകം നമ്മൾ വരാനിരിക്കുന്നത് ബോറോവിംഗ് എന്നാണ്. 28%. ബജറ്റിന്റെ 28% വരവ് എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ കടത്തിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 2,
ബജറ്റിന്റെ ഏറ്റവും അധികം എക്സ്പെൻസ് പോകുന്നത്, ഏറ്റവും അധികം ചെലവ് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് 20%. അതായത് ഒരു 1/4 ഓഫ് ദ ടോട്ടൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ബോറോവിങ്ങിനും ഇൻട്രസ്റ്റ് പേയ്മെന്റിനും വേണ്ടിയാണ് പോകുന്നത്. അത് ഒന്ന് അവിടെ നിൽക്കട്ടെ. 2, പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടി മാറ്റിവെച്ച അലോക്കേഷൻ. നമ്മൾ പറഞ്ഞു ഒരുപാട് വലിയ പുതിയ പദ്ധതികളോ ജനക്ഷേമ പദ്ധതികളോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവർ പറയുന്നത് കർഷകരുടെ കാര്യം, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ കാര്യം, റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത് എത്രയാണെന്നറിയോ? വെറും 1.77% ആണ്. അഗ്രികൾച്ചറിന് വേണ്ടി, കർഷകർക്ക് വേണ്ടിയിട്ട് വലിയ വാദോരാതെ സംസാരിക്കുന്നുണ്ടല്ലോ പ്രധാനമന്ത്രിയും ഒക്കെ. കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് വളരെ തുച്ഛമായിട്ടുള്ള 1.27% മാത്രമാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ആ ബജറ്റിലൂടെ മുഴുവൻ നമ്മൾ ഒരു കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇന്ന് അവിടെ 1 മണിക്കൂറോളം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി സംസാരിച്ച് അത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷം എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാർ പിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഒരു ബജറ്റ് എന്ന് പറഞ്ഞാൽ. ബജറ്റ് അത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ എല്ലാ സർക്കാരുകളും അത് ചെയ്യാറുള്ളതുമാണ്. ഇപ്പോൾ ബജറ്റ് പ്രസംഗം 2 മണിക്കൂർ കൂടുതൽ നീണ്ട ഒരുപാട് അവതരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നിർമ്മല സീതാരാമൻ തന്നെ 2.25 മണിക്കൂർ വരെ എടുത്ത് ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കൂടുതലും ആദ്യ ഭാഗങ്ങളിലെല്ലാം സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു കാണിക്കാറുണ്ട്. അതിപ്പോൾ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തും ഒക്കെ അങ്ങനെ എടുത്തു കാണിക്കാറുള്ളതാണ്. ഇവിടെ ഒരു ഹ്രസ്വമായ ബജറ്റായിരുന്നു. അത് വരവ് ചെലവ് കണക്കുകളിലേക്ക് വരുന്നതിന് മുൻപ് സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു കാണിച്ചു. അങ്ങനെ കരുതാൻ വയ്യേ? അല്ല, ബജറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളിലെ നമ്മുടെ പെർഫോമൻസിന്റെ ഒരു റെക്കോർഡ്, അതോടൊപ്പം തന്നെ ഈ മുന്നോട്ട് പോകുന്നത്, ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകുന്നു. കാരണം ഞാൻ അതിന്റെ വളരെ കൃത്യമായി പറയട്ടെ, ഒന്നെങ്കിലും ഒരു സാമ്പത്തിക മാന്ദ്യത്തിലൂടെ അല്ല നിരാശാജനകമായിട്ടുള്ള സാമ്പത്തിക പെർഫോമൻസിലൂടെയാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഞാനൊരു കാര്യം വളരെ കൃത്യമായി തരാം. മന്ത്രി അത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായിട്ടുള്ള വലിയ നിർദ്ദേശങ്ങൾ ഇന്ന് ഈ രാജ്യം നേരിടുന്ന, അത് മോദി ഗവൺമെന്റ് മാത്രമേ അത് പരസ്യമായി സമ്മതിക്കാതെയുള്ളൂ. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവരുടെ എല്ലാം കണക്കുകളിൽ ഈ പറയുന്ന നമുക്ക് 2020 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണല്ലോ, അവർ പറഞ്ഞ എന്താ പറയുക, ഡീമോണിറ്റൈസേഷന് ശേഷം മാത്രം ഇന്ത്യയിൽ 4 കോടി ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോയി. ആ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതിന് അത് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് അത് തടയുക ചെയ്തത്. അതിന്റെ പേരിൽ നമുക്കറിയാം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അതിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ 2-3 ആളുകൾ രാജിവെച്ചു പോലും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാനൊരു കാര്യം കൃത്യമായി പറഞ്ഞിട്ടെ, ഇന്ന് ഈ തൊഴിലില്ലായ്മ നമുക്ക് പരിഹരിക്കണമെങ്കിൽ ഏറ്റവും പിന്നെ വേണ്ടിയത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, ഏറ്റവും അധികം ഹെവി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ ഈ ബജറ്റിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ പോലും വരുന്നില്ല. ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് പറയുന്നത് ഞങ്ങൾ റോഡുകൾ, ഹൈവേകളൊക്കെ വലിയ രീതിയിൽ പണിതു എന്നാണ്. പക്ഷെ അതിനുവേണ്ടി പോലും മാറ്റിവെച്ചിരിക്കുന്നത് എത്രയെന്നറിയാവോ? വെറും 2.78% ആണ്. അപ്പൊ അത്രമാത്രം ഒരു ഹെവി ഈ പറഞ്ഞ വെറും 2.78% മാത്രം ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് എത്രമാത്രം ജോബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനൊരു കാര്യം കൃത്യമായി പറഞ്ഞു, ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന രണ്ട് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ഒന്ന്, വളർച്ചാ നിരക്ക്. കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് പോലെ ഒരു വളർച്ചാ നിരക്കിലേക്ക് ഇന്ന് രാജ്യം മുന്നോട്ട് പോകുന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം 2014 മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം GDP കണക്കാക്കുന്ന മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിട്ട് പോലും അവരിപ്പോൾ പറയുന്നത് 7.3% GDP ഗ്രോത്ത് ഈ രാജ്യത്തുണ്ടാവും. പക്ഷെ ഇന്റർനാഷണൽ ഏജൻസികൾ ഉൾപ്പെടെ പറയുന്നത് ഇന്ത്യക്ക് ഒരു 6% തൊട്ടുമുകളിൽ. കാരണം ഇപ്പോൾ ഈ മോദി ഗവൺമെന്റ് ഈ വർഷം പ്രതീക്ഷ എത്രയോ 3.07 ട്രില്യൺ ആയിരിക്കും നമ്മുടെ ഇക്കോണമിയുടെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. പക്ഷെ ആക്ച്വലി എന്ന് പറയുന്നത് 2.96 മാത്രമേ എത്തിയിട്ടുള്ളൂ. നമ്മൾ പറയുന്നത് എന്താ, ഇപ്പോൾ 3 ട്രില്യൺ ഇതിലേക്ക് എക്കോണമി വളരാൻ പോകുന്നു. 2030 ആകുമ്പോൾ 5 ട്രില്യണിലേക്ക് വളരാൻ പോകുന്നു. 2050 ആകുമ്പോഴത്തേക്കും 10 ട്രില്യണിലേക്ക് വളരാൻ പോകുന്നു. പക്ഷെ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരു എക്കണോമിക് ഗ്രോത്ത് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ വേണമായിരുന്നു എന്നാണോ താങ്കളുടെ നിലപാട്? അതോ അങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടതില്ല എന്നാണോ? ഒരു സ്റ്റാൻഡ് അങ്ങനെ അല്ല ഇപ്പൊ വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നടത്തിയാലും കറന്റ് എക്കണോമിക് സ്റ്റാറ്റസ് എന്താണ്, ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി? കാരണം നമ്മൾ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് കാര്യമില്ലല്ലോ, അതിനുവേണ്ടി അലോട്ട് ചെയ്ത് വെക്കാനുള്ള പണം കൂടി വേണ്ടേ? വളരെ കൃത്യമായി തന്നെ ഇതിന്റെ അകത്ത് നമ്മുടെ ഈ പറയുന്ന ബജറ്റ് ഹൈലൈറ്റ്സ് വായിച്ചാൽ നമുക്കല്ലോ എക്കണോമിക്സ് പഠിക്കാത്ത ആളുകൾക്ക് പോലും മനസ്സിലാകും ഓരോ ഹെഡിൽ നിന്നും എങ്ങോട്ടാണ് പൈസ പോകുന്നത്, ഓരോ ഹെഡിൽ നിന്നും എങ്ങോട്ടാണ് പണം വരുന്നത്. കാരണം ഗവൺമെന്റിന്റെ ചെലവഴിക്കാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഗവൺമെന്റ് ഈ പറയുന്ന രാജ്യത്തെ വലിയ 25 കോടി ആളുകളെ ഈ പറയുന്ന പട്ടിണിയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയട്ടെ. ഒരു ഡോളർ എത്ര 84 രൂപ. 84 രൂപ ഒരു ദിവസം വരുമാനമില്ലാത്ത ഇന്ത്യയിലെ എത്രയാണെന്നറിയോ? 14 കോടി ആളുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അത് കോവിഡിന് മുൻപ് 7 കോടി ആയിരുന്നെങ്കിൽ
അത് എന്ന് പറഞ്ഞ കോവിഡിന് ശേഷം നേരെ ഇരട്ടിയായിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ വേൾഡ് ഹങ്കർ ഇൻഡെക്സ് അല്ലെങ്കിൽ ആഗോള പട്ടിണി സൂചികയെ മോദി ഗവൺമെന്റ് പുച്ഛിച്ചു തള്ളിക്കോട്ടെ, പക്ഷെ എങ്കിൽ പോലും ഇവിടെ ദാരിദ്ര്യം, ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഇതിന്റെ അത് കണക്കുകൾ മൂടി വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മോദി ഗവൺമെന്റ് 2018 പറഞ്ഞു ഇവിടെ ശുചിത്വ ഭാരതം, ഇന്ത്യയിൽ ഈ പറയുന്ന ടോയ്ലറ്റുകൾ ഇല്ലാത്ത വീടുകൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി പറഞ്ഞു ഇന്നും ഇന്ത്യയിൽ 37% എന്ന് പറയുന്ന ആളുകൾക്കും ഈ പറയുന്ന പ്രാഥമിക സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന ശുചിത്വാലയങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു. ആ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. ഈ രാജ്യത്ത് വളരെ കൃത്യമായി, ഞാൻ വളരെ കൃത്യമായി തന്നെ ഞാൻ ഇവിടെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക. കഴിഞ്ഞ പാർലമെന്റിന്റെ ഈ കഴിഞ്ഞ പ്രത്യേക സമ്മേളനത്തില് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ 12 റിപ്പോർട്ടുകൾ നൽകി. ആ റിപ്പോർട്ടുകളെല്ലാം എന്താണെന്നറിയോ? കേന്ദ്ര ഗവൺമെന്റ് അഭിമാന പദ്ധതികൾ എന്ന് പറയുന്ന ഈ എക്സ്പ്രസ് വേ ഉൾപ്പെടെ, ദ്വാരക എക്സ്പ്രസ് വേ പദ്ധതി ഉൾപ്പെടെ, ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉൾപ്പെടെ അവിടെയൊക്കെ വലിയ രീതിയിൽ അഴിമതി നടന്നിരിക്കുന്നു, വെട്ടിപ്പ് നടന്നിരിക്കുന്നു. സുപ്രീം കോടതി തന്നെയാ പറഞ്ഞത് ഈ പറയുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ച് 80% തുകയും എന്ന് പറയുന്നത് പരസ്യങ്ങൾക്ക് വേണ്ടിയാണ്, അഡ്വർടൈസ്മെന്റിന് വേണ്ടിയാണ് പറഞ്ഞത്, സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു PR വർക്ക് മാത്രമേ നടക്കുന്നുള്ളൂ, അതല്ലാതെ ഈ പറയുന്ന അടിസ്ഥാന രീതിയിൽ ഞാൻ ഈ പറയുന്ന ശ്രീ കൃഷ്ണദാസ് റോണി കെ ബേബി പറഞ്ഞ് സമർത്ഥിക്കാൻ നോക്കുന്ന കാര്യം, ഇത് ധനസ്ഥിതി മോശമായിരുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല എന്നാണ്. കാരണം അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി തുക ഉണ്ടാവില്ല, പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് എന്നാണ്. കണക്ക് സഹിതം അദ്ദേഹം അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീ എസ് മോഹൻകുമാർ ഇവിടെ പറഞ്ഞിരുന്നു, ശ്രീമതി മേരി ജോർജ് അവരും അനുകൂലിക്കുന്നില്ല നിർമ്മല സീതാരാമന്റെ ഈ ബജറ്റിനെ. അല്ല, നമ്മുടെ ഒരു സമ്പൂർണ്ണ ബജറ്റിന് വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. നമുക്ക് വിമർശനങ്ങൾ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ കാണുന്നതോടൊപ്പം നമ്മൾ 2013-14 എന്ന് പറയുന്ന വർഷം വരെ അതാണല്ലോ ഇതിൻ്റെ ഒരു അളവുകോലായി എടുക്കുന്നത്. BJPയുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസനത്തെ സംബന്ധിച്ചാണല്ലോ, അല്ലെങ്കിൽ വികസന കുറവിനെ സംബന്ധിച്ചാണല്ലോ പ്രധാനമായിട്ടും വിമർശനം ഉന്നയിക്കുന്നത്. ഇപ്പോൾ കേരളത്തെ ഒരു രാജ്യമായി കണ്ടുകൊണ്ട് നമുക്കൊരു സാമ്പത്തിക സ്ഥിതിയെ വിലയിരുത്താൻ വേണ്ടി കഴിയുമോ? ഇവിടെ ഒന്നോ രണ്ടോ പാനലിസ്റ്റുകൾ സൂചിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് കേരളത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല. ഉദാഹരണത്തിന് കടമെടുപ്പിൻ്റെ സ്ഥിതിയെ സംബന്ധിച്ച് നമ്മുടെ GDPയുടെ 3% നമുക്ക് എടുക്കാൻ കഴിയുന്നുള്ളൂ, കേന്ദ്രം 5% വരെ എടുക്കുന്നുണ്ടല്ലോ. നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അങ്ങനെ കഴിയൂ. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ജനങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഒരു പൊതു സാമ്പത്തിക സ്ഥിതിയും പൊതു സാമ്പത്തിക വിതരണവുമല്ലേ കേന്ദ്രത്തെ സംബന്ധിച്ച് എടുക്കാൻ വേണ്ടി കഴിയൂ. അങ്ങനെ വരുമ്പോൾ ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഒരു പോളിസി ഉണ്ടാക്കാൻ കഴിയുമോ? സാമ്പത്തികമായി കടമെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റു നടപടികളുടെ കാര്യത്തിലാണെങ്കിലും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 2010 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതിൻ്റെ ഏതാണ്ട് 10 ഇരട്ടിയിലധികമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുന്നത് കൊണ്ടാണ് ഇപ്പോൾ വലിയ പദ്ധതികൾ ഉണ്ടാകുന്നു. നേരത്തെ ശ്രീ റോണി കെ ബേബി സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി 1.77% മാത്രമാണ് മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ കാണാതെ പോകരുതാത്തൊരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ മാറ്റിവെക്കുന്ന വിഷയങ്ങളിൽ തന്നെ നമ്മളുടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിന് വേണ്ടി 20% മാറ്റിവെച്ചതായിട്ട് കാണുന്നത്. ഇത് ഈ കാലഘട്ടത്തിൽ, മോഡിയുടെ കാലഘട്ടത്തിൽ 10 വർഷക്കാലം കൊണ്ട് എടുത്ത കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമുള്ളതല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ. കാലങ്ങളായി നമ്മൾ എടുത്തു വച്ചിട്ടുള്ള കടങ്ങൾ കൂടി വീട്ടപ്പെടുകയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് കുറച്ചു കൊണ്ടുവരികയോ ചെയ്യുന്നൊരു സംവിധാനം ഇക്കോണമിയിൽ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ നമുക്ക് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ ശ്രീ ആദികേശവൻ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ പെർസെൻറ്റേജ് 5 നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് താന്നു എന്ന് പറയുന്ന സമയത്ത് ഈ തരത്തിൽ ഓരോരോ പ്രോസസ്സ് ഇക്കോണമിയിൽ നടക്കുമ്പോഴും അത് പ്രതിഫലിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയും നമ്മൾ കടമെടുത്തതിനെ സംബന്ധിച്ചും. ഇപ്പം നമ്മളുടെ ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് 28% ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ഇക്കോണമിയിൽ സ്വാഭാവികമായും നമ്മുടെ ഇക്കോണമിയിലേക്ക് വരുന്ന സംഖ്യ ഇപ്പോൾ ഇൻകം ടാക്സ് ഇനത്തിൽ വരുന്നത് 19%. അതേസമയം തന്നെ യൂണിയൻ എക്സൈസ് എന്ന നിലക്ക് വരുന്നത് 5%. കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുന്നത് 17% ആണ്. ഈ തരത്തിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഇക്കോണമിയിലേക്ക് 1 രൂപ വരുന്നതിൻ്റെയും 1 രൂപ ചിലവാക്കുന്നതിൻ്റെ രീതി മാത്രമല്ലേ നമുക്ക് കാണാൻ വേണ്ടി കഴിയൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു മേഖലക്ക് ഇത്ര പെർസെൻറ്റേജേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് ചിലവാക്കുന്നത് 6.2 ആണ്. ഓരോ മേഖലയിലും ചെലവാക്കുന്നു. പക്ഷേ ഇവിടെ ശ്രീ എസ് മോഹൻകുമാർ സൂചിപ്പിച്ച ഒരു കാര്യമായിരുന്നു, ഇപ്പോൾ ഈ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ആ സമയത്ത് രാജ്യത്തെ ജനങ്ങളെ നോക്കേണ്ടതില്ലേ എന്ന്.
അല്ല, അതാ ഞാൻ തുടക്കത്തിൽ എൻ്റെ ആദ്യത്തെ അവസരത്തിൽ ഞാൻ സൂചിപ്പിച്ചത്, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഇത്ര കോടി രൂപയ്ക്ക് ഇന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുക എന്നുള്ളതല്ല. രാജ്യത്തെ ഓരോ ജനങ്ങളുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നീഡ്സിനെ മീറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അവരുടെ സോഷ്യൽ സെക്യൂരിറ്റിയും അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസും കേപ്പബിൾ ആകുന്ന സമയത്ത് മാത്രമല്ലേ അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്തെ FDI ഇൻഫ്ലോ 2014-15 45.15 ബില്യൺ ആണ്. അതേസമയം തന്നെ അത് ഈ 21-22 ആയപ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ ഏതാണ്ട് 90 എത്തിയിരിക്കുന്നു, 89-90 എത്തിയിരിക്കുന്നു. FDI ഇൻഫ്ലോ എന്ന് പറയുന്നത് 83.6 ആണ് 2021-22 കാലഘട്ടത്തിലുള്ളത്. ക്യാപിറ്റൽ ഔട്ട്ലേ നേരത്തെ അതാ സൂചിപ്പിച്ചത് 1.88 ലക്ഷം കോടി എന്ന് പറയുന്ന 2013-2014 സ്ഥിതിയിൽ നിന്ന് നമ്മൾ 10.01 ലക്ഷം കോടിയിലേക്ക് മാറിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞത് വലിയ പദ്ധതികൾ കൊണ്ടുവരുന്നു, സാധാരണക്കാരനുള്ള പദ്ധതികളില്ല എന്നതാണല്ലോ അവരുടെ ഒരു സ്ഥിരമായിട്ടുള്ള, ഇപ്പോൾ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന വിമർശനം അതാണല്ലോ. എങ്ങനെയാണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വലിയ പദ്ധതികൾക്ക് ചെലവാക്കുമ്പോൾ അത് താഴെ തട്ടിലെ സാധാരണക്കാരനടക്കമുള്ള ആളുകളിലേക്ക് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്ന തരത്തിൽ ഈ ഇക്കോണമിയിൽ കിടന്നല്ലേ ഈ പണം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്? അതിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് മാറുന്ന ആരാണ്? തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ ഇപ്പോൾ BJPയുടെ മാനിഫെസ്റ്റോയിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഈ അവസാന ബജറ്റിലും ഉൾപ്പെടാൻ സാധ്യതയുള്ളവയാണ്. മുൻകാലത്തൊക്കെ അത് കണ്ടിട്ടുള്ളവയാണല്ലോ. അവസാന ബജറ്റിൽ ഉൾപ്പെടുന്ന പല കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ വരുമ്പോൾ അതിലും ഉൾപ്പെടാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മുൻകൂട്ടിയുള്ള ഈ ഒരു മാനിഫെസ്റ്റോ നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ളതായിപ്പോയി. കാരണം ഇതിലൊന്നുമില്ല, ഈ ബജറ്റിൽ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഒരു മുന്നൊരുക്കം നടത്താൻ, പ്രതിപക്ഷത്തിനും ഒരു മുന്നൊരുക്കം നടത്താൻ ഒരു തടസ്സം ഇതിൽ നേരിട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു തന്ത്രപരമായ ഒരു കാര്യം കൂടി ഈ കാര്യത്തിൽ കേന്ദ്രം സ്വീകരിച്ചിട്ടുണ്ടോ ഈ ബജറ്റിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ? ഇല്ല, യഥാർത്ഥത്തിൽ അവർ ചെന്നുപെട്ട പ്രതിസന്ധിയുടെ ഒരു നഖചിത്രമാണിത്. CPIM പോളിറ്റ് ബ്യൂറോ ഇന്ന് ബജറ്റിനെ കുറിച്ച് ഇറക്കിയ പ്രസ്താവനയിലെ ഒരു വാചകം ഞാനൊന്ന് ഉദ്ധരിക്കാം. ദി ഇന്ത്യൻ ബഡ്ജറ്റ് ടോട്ടലി എക്സ്പോസസ് ദ ഹോളോനെസ് ഓഫ് ദി ബോംബാസ്റ്റിക് ക്ലെയിംസ് ഓഫ് ദി മോഡി പ്രൊപ്പഗൻഡ മെഷീൻസ്. ഇതാണ് വസ്തുത. ഇങ്ങനെ വ്യാജ കണക്കുകളുടെ പുറത്ത് കെട്ടിപ്പൊക്കിയ വ്യാജ അവകാശവാദങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി വീഴുകയാണ്. നിങ്ങൾ പറഞ്ഞത് വിഭവ സമാഹരണം വിജയിച്ചു, ആദികേശവൻ പറഞ്ഞു, താങ്കളും പറഞ്ഞു, അത് 13% കൂടി. പക്ഷെ എന്താ അവസ്ഥ? നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന ചെലവുകൾ, അടിസ്ഥാന മേഖലക്ക്, ക്ഷേമ പദ്ധതികൾക്ക്, അതുപോലെ വിദ്യാഭ്യാസ മേഖലക്ക്, ആരോഗ്യ മേഖലക്ക്, കാർഷിക മേഖലക്ക് ഒക്കെയുള്ള എക്സ്പെൻഡിച്ചറുകൾ കുറയുകയാണ്. 7% കുറച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് കുറച്ചുകൊണ്ടിരിക്കുന്നത്? നേരത്തെ ശ്രീ ആദികേശവൻ ഉൾപ്പെടെ അവകാശപ്പെടുന്നത് പോലെ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി കുറച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ധനക്കമ്മി കുറച്ചുകൊണ്ടിരുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതിന്റെ എയിമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. സെൻസെക്സ് ഇൻഡെക്സിന്റെ റേറ്റിംഗിൽ ഇന്ത്യ നേരെ ഇന്റർനാഷണലില് നേരെ നിൽക്കണം. അതിനു വേണ്ടിയിട്ട് കുറയ്ക്കുന്നത് ആരെയാ? നിങ്ങൾ സ്ക്വീസ് ചെയ്യുന്നത് ആരെയാ? പാവങ്ങൾക്ക് കിട്ടേണ്ടതാ വിദ്യാഭ്യാസം, പാവങ്ങൾക്ക് കിട്ടേണ്ടതാ ആരോഗ്യ സ്ഥാപനങ്ങൾ, പാവങ്ങൾക്ക് കിട്ടേണ്ടതാ ക്ഷേമ പദ്ധതികൾ. അത് വലിയ കോർപ്പറേറ്റുകൾക്ക് കിട്ടേണ്ടതല്ല, വലിയ ഹൈ മിഡിൽ ക്ലാസ് കിട്ടേണ്ടതല്ല. അവരെല്ലാം സ്വന്തം പണം ചെലവഴിച്ചിട്ട് അവരുടെ ആരോഗ്യവും സംരക്ഷണവും അവരുടെ കുട്ടികളുടെ പഠനവും ചെലവഴിക്കുന്നവരാണ്. സാധാരണക്കാരന്, ഇടത്തരക്കാരന്, പാവപ്പെട്ടവൻ ആശ്രയിക്കേണ്ട ഇത്തരം മേഖലകളിലെ എക്സ്പെൻഡിച്ചറാ കുറക്കുന്നത്. അത് 7% കുറച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറോ, എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻഡിച്ചർ അത് കൂടുകയാണ്, അത് കുറക്കുന്നുമില്ല. അതുകൊണ്ടല്ലേ ഈ അവർ ആഗ്രഹിച്ച നിലയിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറച്ചുകൊണ്ടുവരാൻ കഴിയാത്ത. ഇപ്പുറത്ത് ഈ പാവങ്ങളെ ഇങ്ങനെ സ്ക്വീസ് ചെയ്തിട്ടും സാധാരണ ജനങ്ങൾ സബ്സിഡി, 0 സബ്സിഡി എന്നതല്ലേ ഇപ്പൊ മോഡി ഗവൺമെന്റിന്റെ എയിം തന്നെ, 0 സബ്സിഡി എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് മുഴുവൻ ഈ പറഞ്ഞതുപോലെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറച്ചുകൊണ്ട് വന്നിട്ട് സെൻസസിന്റെ റേറ്റിംഗിൽ മേലെ നിൽക്കണം. ഇതെല്ലാം നടക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ വിഭവ സമാഹരണം അത് കൂടിയത് കൊണ്ട് സ്റ്റേറ്റുകൾക്ക് ഗുണം കിട്ടുന്നുണ്ടോ? ഏതിലൂടെയാ വിഭവ സമാഹരണം കൂട്ടുന്നത്? ഒന്ന് അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയാണ്. അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി നികുതി വരുമാനം കൂടുന്നത് സ്റ്റേറ്റുകൾക്ക് ഗുണമാകുന്നുണ്ടല്ലോ. ഇല്ലല്ലോ. അല്ല, സ്റ്റേറ്റുകൾക്ക് നികുതി വിഹിതം പങ്കുവെക്കുന്നതാണല്ലോ, 42% പങ്കുവെക്കുന്നതാണല്ലോ. നിഷ്കളങ്കനാവരുത്. നിങ്ങള് ഈ നമ്മുടെ നീതി ആയോഗിന്റെ ഡെപ്യൂട്ടി സിഇഒയുടെ പ്രസ്താവന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പല്ലേ വന്നത്. അദ്ദേഹം എന്താ വെളിപ്പെടുത്തിയത്? ധനകാര്യ കമ്മീഷൻ ഈ നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് 42% പങ്കുവെക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ ആരെങ്കിലും ഇടനിലക്കാരോ ഉദ്യോഗസ്ഥന്മാരോ അല്ല, സാക്ഷാൽ പ്രധാനമന്ത്രി നേരിട്ട്
അന്നത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാനെ വിളിച്ചിട്ട് അത് 32% കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടു എന്ന വിവരം വെളിപ്പെടുത്തിയത് ഇടതുപക്ഷ നേതാക്കളല്ല. പക്ഷേ 15ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് കൂടുകയായിരുന്നുവല്ലോ, ഇതുവരെ കുറച്ചിട്ടില്ല, കുറഞ്ഞിരുന്നത് കൂട്ടുകയായിരുന്നു. അത് കൂടിയത് കൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞാൽ ഈ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയാണ് കൂടിയിട്ടുള്ളത്. ആ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി സംസ്ഥാനങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതില്ല. അത്തരം നികുതികളാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനങ്ങളുമായി എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ, കഴിഞ്ഞ ബജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ കൂടി എന്ന് പറയുമ്പോൾ ആ നികുതി വരുമാനം എന്തായാലും അത് സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യമാണ്. ശ്രീ ആദികേശവൻ അക്കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ ശ്രീ വി പി മുസ്തഫ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. ശ്രീ ആദികേശവൻ, ഒരു ഒറ്റ സെക്കൻഡ് താങ്കളിലേക്ക് വരാം. ശ്രീ ആദികേശവൻ. അല്ല, ശ്രീ മുസ്തഫയുടെ കണക്കുകൾ നമുക്ക് നോക്കാം. പക്ഷെ അതിനു മുമ്പ് രണ്ട് കാര്യം എനിക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. ശ്രീ റോണി പറഞ്ഞു, അതായത് നമ്മുടെ ഈ വളർച്ച തന്നെ ശരിക്കുമുള്ള വളർച്ചയല്ല, മിഥ്യയാണെന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളാണ് ഉന്നയിച്ചത്. ഈ നികുതി വരുമാനം കൂടിയിട്ടുണ്ട് എന്ന കാര്യം, നികുതി പിരിവ് കാര്യക്ഷമമായിട്ടുണ്ട് ഉദ്ദേശിച്ചതിനേക്കാൾ കൂടിയെന്ന്. അപ്പോൾ ശ്രീ മുസ്തഫ അതിനുള്ള മറുപടിയാണ് ഇവിടെ നൽകിയത്. അതിൽ ഈ സംസ്ഥാനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നില്ല, അത് തന്നെ കുറയ്ക്കണമെന്ന്, ഈ 42% നിന്ന് 32% കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു എന്ന്. അതെ മഞ്ജുഷ, അതാണ് അതിൽ നിന്നും തുടങ്ങി ഞാൻ വരാം. അതായത് നികുതി വരുമാനത്തിന്റെ കണക്ക് ബജറ്റിൽ അവതരിപ്പിക്കപ്പെട്ട കണക്ക്, ഞാൻ ഇനി കഴിഞ്ഞ 2 വർഷത്തിന്റെ കണക്ക് കൂടി നേരത്തെ പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ 2020-21 15,45,000 ഉദ്ദേശിച്ച പിരിവിനേക്കാളും 18 ലക്ഷം, അതായത് 2.5 ലക്ഷം കൂടിയാണ് സർക്കാരിന് പിരിക്കാൻ സാധിച്ചത്. ഇതൊക്കെ ബഡ്ജറ്റിൽ വരുന്ന കണക്കുകളാണ്. ഈ കണക്കുകൾ തെറ്റാണെങ്കിൽ, അതായത് ഈ കണക്കുകളെല്ലാം പൊള്ളയാണ്, ഈ കണക്കുകളൊക്കെ മിഥ്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചർച്ചയ്ക്കൊരു ആധികാരികതയില്ല. ചർച്ചയുടെ ബേസിസ് ഈ ബഡ്ജറ്റിന്റെ കണക്കുകളിലാണ്, പ്രിന്റഡ് ആയിട്ടുള്ള കണക്കുകൾ. ഈ വരവ് കൂടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു 13% വർദ്ധിച്ചിട്ടുണ്ട് വിഭവസമാഹരണം. പക്ഷെ ആ വർദ്ധിച്ചതിൽ എത്രയാണ് ഡയറക്റ്റ് ടാക്സ് ഈ ഷെയർ ചെയ്യേണ്ടത്, എത്രയാണ് അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, അങ്ങനെയുള്ള ഉൾപ്പിരിവുകളുണ്ടോ? ആ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി താങ്കൾക്കറിയാലോ, സംസ്ഥാനങ്ങളുമായിട്ട് വിഭജിക്കേണ്ടതില്ലല്ലോ. അതാണ് പ്രശ്നം. സംസ്ഥാനങ്ങളുമായിട്ട് വിഭജിക്കേണ്ടതില്ലാത്ത അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയുടെ നിരക്കുകൾ ഈ കാലയളവിൽ എത്ര വർദ്ധിച്ചു, അതെത്രയാണ് ഈ 13% വന്നിരിക്കുന്നത്? ഇപ്പൊ താങ്കൾ പറഞ്ഞ ഈ അഡീഷണൽ ആയിട്ട് വന്ന വരുമാനത്തിൽ, അതല്ലേ പ്രശ്നം. അപ്പൊ സംസ്ഥാനങ്ങളെ, അതുപോലെ ഞാൻ പറഞ്ഞ കാര്യമാണ് ഈ ചെലവ് ചുരുക്കുന്നത് എവിടെയാ? നിങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻഡിച്ചർ കുറക്കുന്നില്ല, ഗവൺമെന്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻഡിച്ചർ കുറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ വിമാനയാത്രകൾ, മറ്റ് വർക്കം പറ്റികൾ, ഇതൊന്നും കുറയുന്നില്ല. കുറക്കുന്നത് ആരെടുത്താ? അത് കുറക്കുന്നത് ഇതാ കഴിഞ്ഞ തൊഴിലുറപ്പ് പദ്ധതിയിൽ 2022-21-22 22-23 4,860 കോടി രൂപയുടെ കുറവാ. തൊഴിലുറപ്പ് പദ്ധതിയാ ഇന്ത്യയിലെ ഗ്രാമങ്ങളെ ജീവിപ്പിക്കുന്നത്, അതാ പാവങ്ങൾക്ക് പോകേണ്ടത്. അതിൽ കഴിഞ്ഞ വർഷം അനുവദിച്ചതിനേക്കാൾ ഇപ്പോഴത്തെ പുതിയ എസ്റ്റിമേറ്റോ അതിനേക്കാൾ കുറഞ്ഞു വന്നിരിക്കുക. അല്ല, ഞാനൊന്നും പറഞ്ഞോട്ടെ. ഞാൻ ആദ്യം ശ്രീ റോണി പറഞ്ഞതിന് മറുപടിയായിട്ടാണ് പറഞ്ഞത്. അതായത് വളർച്ച കഴിഞ്ഞ 4 വർഷവും 7% റിയൽ GDP ഗ്രോത്ത് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. നോമിനൽ GDP ഗ്രോത്ത് 10-11%. അതിന് ശ്രീ മുസ്തഫ തന്നെ പറയുന്നു വളർച്ച നിരക്ക് കാരണം കണക്കിന്റെ ബേസിസിൽ ടാക്സ് എത്രയാണോ പിരിഞ്ഞു കിട്ടിയത് അത് വളർച്ചാ നിരക്കിന്റെ സൂചകമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇനി സംസ്ഥാനങ്ങൾക്കുള്ള ട്രാൻസ്ഫറിന്റെ എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പേജ് നമ്പർ 12 ആണ്, ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് ടു സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. 2022-23 മൊത്തം ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് 18,64,000 കോടി. 23-24 റിവൈസ്ഡ് എസ്റ്റിമേറ്റ് 20,98,000 കോടി. അതായത് എല്ലാ സ്റ്റേറ്റ്സിനും യൂണിയൻ ടെറിട്ടറീസിനും വീതിച്ചു കൊടുത്ത എമൗണ്ടിന്റെ ടോട്ടലാണ് ഞാൻ വായിക്കുന്നത്. 24-25 22,74,000 കോടി. ബജറ്റിന്റെ ആകത്തുക 23-24 45 ലക്ഷം കോടിയായിരുന്നു. ഈ വർഷത്തെ ബജറ്റ് ഏകദേശം 47-30 എന്തോ ആണ്. 47 ലക്ഷം കോടിയുള്ള ബജറ്റില് 22,74,000 കോടി മൊത്തം എല്ലാ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറീസിനും വേണ്ടി വീതിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ 47% വിഭവം സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറീസിനും കൊടുക്കുന്നു. പക്ഷെ ഇവിടെ ഒരു ക്രിറ്റിസിസം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു.
കേരളത്തിന്റെ പൊതുവെയുള്ള സമീപനം അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഒരു ക്രിറ്റിസിസം നമ്മൾ ഉന്നയിക്കുന്നത് നമ്മുടെ വിഹിതം കാലങ്ങളായി വർഷങ്ങളായി ഇങ്ങനെ കുറഞ്ഞു വരുന്നു, മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടിപ്പോകുന്നു എന്നുള്ളത് ഈ ധനകാര്യ കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലുള്ള വിഹിത വീതിപ്പ് കൊണ്ടുണ്ടാവുന്ന ഒരു പരിണിത ഫലമായിട്ട് വേണം കാണാൻ. പക്ഷേ ശ്രീ മുസ്തഫയോട് എനിക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത് 12ാമത്തെ പേജിലെ കണക്ക്, പ്രസിദ്ധീകരിച്ച കണക്ക് ശരിയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് മൊത്തമായിട്ട് കേന്ദ്രം വീതിച്ചു നൽകുന്ന തോത് കൂടി വരുന്നു എന്ന് മാത്രമല്ല, മൊത്തം ബഡ്ജറ്റിന്റെ 47 വരുമാനത്തിന്റെ 47% ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് കണക്ക് പറയുന്നത്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീമതി മേരി ജോർജിന്റെ വിലയിരുത്തൽ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാവുമല്ലോ, അവർ ഇക്കാര്യത്തിൽ വളരെ എക്സ്പെർട്ടാണ്. ശ്രീമതി മേരി ജോർജ്, ഈ കാര്യത്തിൽ താങ്കൾക്ക് എതിരഭിപ്രായമുണ്ടോ? മുസ്തഫ പറഞ്ഞതിനോടാണോ അതോ ശ്രീ ആദികേശവൻ പറഞ്ഞതിനോടാണോ താങ്കൾ യോജിക്കുന്നത്? അതായത് ഇപ്പൊ ഫിനാൻസ് കമ്മീഷന്റെ ഡെവല്യൂഷൻ ആണെങ്കിൽ ആ ഡെവല്യൂഷൻ സാധാരണ രീതിയിൽ ഏതാനും നോംസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആ നോംസ് ഓരോ ഫിനാൻസ് കമ്മീഷനും ക്രമാനുഗതമായി മാറ്റാൻ, അതായത് കാലാടിസ്ഥാനത്തിൽ മാറ്റാനുള്ള അവകാശമുണ്ട്. അതിനനുസരിച്ച് അതിനോട് ചേർന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ നയവും ആ നയം മാറ്റവും ഫിനാൻസ് കമ്മീഷന്റെ നയം മാറ്റവും തമ്മിലും ബന്ധപ്പെട്ടിരിക്കും. അപ്പോ സത്യത്തില് നേരത്തെ മുസ്തഫ പറഞ്ഞത് സെസിനെ പറ്റി ആണല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സെസ്സിൽ വലിയ വർധന, അതായത് YV റെഡ്ഡി ഫിനാൻസ് കമ്മീഷൻ ചെയർമാനായി 14ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് വന്നപ്പോൾ അദ്ദേഹമാണ് 32-ൽ നിന്ന് 42-ലേക്ക് ഒറ്റയടിക്ക് ഉയർത്തിയത്, അതായത് സെൻട്രൽ പൂളിൽ നിന്നുള്ള വിഹിതം. അപ്പൊ അത് വലിയ ഒരു തിരിച്ചടി പോലെയാണ് നരേന്ദ്രമോദിക്ക് തോന്നിയത്. തന്റെ ഗവൺമെന്റിന് കയ്യിൽ കാര്യം ചെയ്യാനുള്ള പണം ഒരുപാട് കുറഞ്ഞു പോകുന്നു, ഇത്ര പെട്ടെന്ന് വർധനവ്, ഇത്ര അധികം വർധനവ് സെൻട്രൽ പൂളിലേക്ക്, ടാക്സ് പൂളിലേക്ക് വരുത്തിയതുകൊണ്ട്. അപ്പോഴാണ് അദ്ദേഹം YV റെഡ്ഡിയെയും ഒക്കെ കണ്ടു പറയുന്നത്, ഇത് ഈ 42% നിന്ന് ഒരു 33%-ലേക്കെങ്കിലും കൊണ്ടുവരണം. പക്ഷെ റെഡ്ഡി തയ്യാറായിരുന്നില്ല. അപ്പൊ അതിന് മറുമരുന്നായിട്ട് 42%-ൽ തുടരുന്നു. അതിന് മറുമരുന്നായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി 2017-18 മുതൽ 22-23 വരെയുള്ള കാലഘട്ടം കൊണ്ട് തന്നെ സെസ് 133% സെസ് പിരിച്ചത്. അതായത് അന്നുണ്ടായിരുന്നതിന്റെ 133% വളർച്ചയാണ് സെസ് പിരിവിൽ ഉണ്ടായത്. അപ്പൊ ഈ സെസ് പിരിക്കുന്നത് കൊണ്ട് സംസ്ഥാനത്തിന് എന്ത്? സെസ് അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസെപ്റ്റ് ആണ് സെസും. അതായത് ദാറ്റ് ഇസ് എ ടാക്സ് ഓൺ ടാക്സ്. പക്ഷെ ഈ ടാക്സ് ഓൺ ടാക്സ് പിരിക്കുമ്പോൾ ആ ഫണ്ട് സെൻട്രൽ പൂളിലിട്ട് ഷെയർ ചെയ്യേണ്ട. അതേസമയം ആ ഫണ്ടിന്റെ ഒരു ഭാഗം, അതായത് ആ ഫണ്ട് ഉപയോഗിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ മാത്രം പ്രോഗ്രാംസിനാകാൻ പാടില്ല. അത് സെൻട്രലും സ്റ്റേറ്റും കൂടി പങ്കിടുന്ന പ്രോഗ്രാമിലായിരിക്കണം. അപ്പോ എന്താണ് PM കിസാനോ അങ്ങനെയൊക്കെ പറയുന്ന ഷെയർ ചെയ്യുന്ന പ്രോഗ്രാം. അങ്ങനെ തന്നെ ചെയ്യാമെന്നിരിക്കെ നരേന്ദ്രമോദി എന്ത് ചെയ്തു? സെൻട്രൽ പൂളിൽ തനിക്ക് കിട്ടുന്നില്ല, തനിക്ക് തിരിച്ചടി കിട്ടി. അങ്ങനെയെങ്കിൽ ഈ സെസ്, അതായത് ടാക്സ് ഓൺ ടാക്സ്, സെസ് വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ ഒന്ന് പിഴിയാം എന്ന് തന്നെയാണ് വിചാരിച്ചത്. അങ്ങനെയാണ് ഈ 133% സെസ് വർധനവ്. പെട്രോളിയം സെസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സെസ്, പല GSTയിൽ തന്നെ ഒരു സെസ് ഉണ്ട്. അങ്ങനെ ഈടാക്കി 133% സെസ് എന്ന് പറയുമ്പോൾ 2,14,000 കോടിയിലധികം ഉണ്ടായിരുന്നത് 5,84,000-ലധികം കോടി രൂപ സെസ് വഴിയായിട്ട് അദ്ദേഹം പിരിച്ചെടുക്കുകയുണ്ടായി. അപ്പൊ സാധാരണ രീതിയിൽ ഈ സെസ് എന്ന് പറയുന്നത് ടാക്സ് ഓൺ ടാക്സ് ആകുമ്പോൾ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ടാക്സ് പിരിക്കാനുള്ള അവസരം കുറയും. വലിയ ടാക്സ് ഭാരം ജനങ്ങളുടെ മേൽ വെക്കരുത് എന്ന കാരണം കൊണ്ട് എല്ലാം നോക്കി സെസും ടാക്സും എല്ലാം നോക്കിയിട്ടാണ് സംസ്ഥാനത്തിന് ടാക്സ് പിരിക്കാൻ പറ്റുക. അപ്പൊ അത് ശ്രീ മുസ്തഫ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ സംസ്ഥാന ഗവൺമെന്റുകളെ ആകെ, പക്ഷെ അവിടെ എനിക്കുള്ള വിയോജിപ്പ് നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്നത് ഞങ്ങളെ മാത്രം വേട്ടയാടുന്നു എന്നാണ്. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് വേട്ടയാടാൻ ഒരു കാരണവുമില്ല, വേട്ടയാടിയിട്ടുമില്ല. എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി കിട്ടേണ്ട ഷെയറിനെയാണ് അവർ സെസ് വഴിയായിട്ട് ഊറ്റിയെടുക്കുന്നത്. അപ്പൊ നാച്ചുറലി എല്ലാ സംസ്ഥാനങ്ങളുടെയും കയ്യിലെത്തുന്ന
നികുതി പണത്തിൽ അവർക്ക് നികുതി ചുമത്താനുള്ള സാധ്യതകൾ കുറയുന്നു. ഇനി അതുപോലെ തന്നെ ഈ 15ാം ധനകാര്യ കമ്മീഷന്റെ വെച്ചിട്ടാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന് 2.5-ൽ നിന്ന് അതുവരെ കഴിഞ്ഞ 14ാം ധനകാര്യ കമ്മീഷൻ വരെ നമുക്ക് കിട്ടിയിരുന്നത് 2 വരെ എന്ന് പറയുമ്പോൾ 14ാം കമ്മീഷനിൽ മാത്രം നമുക്ക് കിട്ടിയത് 2.5% ആയിരുന്നു. അതിനു മുൻപ് അതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ട്, കുറഞ്ഞും കിട്ടിയിട്ടുണ്ട്. പക്ഷെ 15ാം ധനകാര്യ കമ്മീഷൻ നമുക്ക് 1.93 ആക്കി. അപ്പൊ അവിടെ പാനലിലെ ഒരാൾ പറഞ്ഞല്ലോ, ₹1 കേന്ദ്രത്തിലേക്ക് കൊടുക്കുമ്പോൾ 25 പൈസയാണ് സംസ്ഥാനത്തിന് കിട്ടുന്നതെന്ന്. അത് അത്ര ശരിയല്ല. ₹1 കേന്ദ്രത്തിലേക്ക് കൊടുക്കുമ്പോൾ കേരള സംസ്ഥാനത്തിന് കിട്ടുന്നത് 57 പൈസയാണ്. അപ്പോൾ അത് യാഥാർത്ഥ്യമാണ്. 57 പൈസയാണെന്നുള്ളത് താങ്കൾ പ്ലീസ് കറക്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാടാണത് 25 പൈസയെ കിട്ടുന്നുള്ളൂ എന്ന്. അത് മാത്രമല്ല, താങ്കൾ പറഞ്ഞു 14-15 ധനകാര്യ കമ്മീഷനുകളെ താരതമ്യപ്പെടുത്തിയപ്പോൾ ഈ 42% എന്നുള്ളത് 14ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് അതിനേക്കാൾ കുറവായിരുന്നുവല്ലോ. എനിക്ക് തോന്നുന്നു 34-35 എങ്ങാണ്ടല്ലേ ആയിരുന്നുള്ളൂ. അപ്പോൾ ആകെ തുക നോക്കുമ്പോൾ കൂടുതലാണ് കിട്ടുന്നത്. അല്ല 14 അല്ല മഞ്ജുഷ് 14ാം ധനകാര്യ കമ്മീഷനാണ് ഈ 42%-ലേക്ക് എടുത്തുയർത്തിയത്. 13ാം ധനകാര്യ കമ്മീഷൻ അദ്ദേഹമാണ് വൈ വി റെഡ്ഡി. 13ാം ധനകാര്യ കമ്മീഷൻ സമയത്ത് പക്ഷേ കുറവായിരുന്നു. 14ാം ധനകാര്യ കമ്മീഷനാണ് ഇത് 42%-ലേക്ക് ഉയർത്തുന്നത്. അത് നടപ്പിലായത് 2017, 18, 19, 19, 20, 21 വർഷങ്ങളിലാണ്. 21, 22 വർഷം മുതലാണ് എൻ.കെ. സിംഗ് കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാകാൻ പോകുന്നത്. അത് ഏകദേശം 41% ഡെവല്യൂഷനായിട്ട് വരുന്നത്. അതിന്റെ കാരണം കാശ്മീരിന്റെ സംസ്ഥാന രൂപീകരണവും ആയിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു വ്യത്യാസമാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ 1.92%, 923% ആണ് കേരളത്തിന് 15th ഫിനാൻസ് കമ്മീഷൻ വഴിയായിട്ട് കുറവ് വരാൻ പോകുന്നത്. അപ്പൊ അവിടെ ആണ് നമ്മള് സംസ്ഥാന ഗവൺമെന്റ് കോൺക്ലേവുകളൊക്കെ നടത്തി കേന്ദ്രം നികുതി പിരിവ് ഊർജിതമാക്കിയിട്ടുണ്ടല്ലോ. നികുതി പിരിവ് അത് സമ്മതിക്കേണ്ട കാര്യം തന്നെയാണ്. താങ്കളും പറഞ്ഞു അങ്ങനെ തന്നെയാണ്, അത് അഭിനന്ദനാർഹമാണ്. പക്ഷേ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ കേന്ദ്രം നികുതി പിരിവ് ഊർജിതമാക്കി നടത്തുമ്പോൾ അതിന് സംസ്ഥാനങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം വരുമ്പോൾ ക്ലീൻ ആയിട്ടില്ല എന്ന് താങ്കൾ പറയുമോ, അതോ ഭാഗികമായിട്ടെങ്കിലും സംസ്ഥാനങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടുന്നുണ്ട് എന്ന് പറയുമോ? ഇല്ല എന്ന് പറയില്ല. സംസ്ഥാനങ്ങളും കേന്ദ്രത്തെ പോലെ എഫിഷ്യൻസിയോടുകൂടി നികുതി പിരിവ് നടത്തി, അതായത് നികുതി വെട്ടിയില്ലാതെ കാര്യക്ഷമമായിട്ട് നികുതി പിരിച്ചാൽ കേന്ദ്രത്തിന് കിട്ടുന്ന റേറ്റിലോ അതിൽ കൂടിയ റേറ്റിലോ, അതായത് GST 50% വെച്ചാണ് പങ്കിടുന്നത്. പക്ഷെ സംസ്ഥാനത്തിന്റെ പരിധിയിലാണ് 50%-ലേറെ നികുതി പിരിക്കാനുള്ള അവകാശം ഇപ്പോഴും. GST-യിൽ ചേക്കേറിയത് 50%, അതിൽ കുറവേ ഉള്ളൂ. ബാക്കി മുഴുവനും സംസ്ഥാനങ്ങളുടെ പരിധിയിലാണ്. അപ്പൊ സംസ്ഥാനം ആ പരിധിയിലുള്ള നികുതികൾ എങ്ങനെ പിരിക്കുന്നു, അതുപോലെ ഈ നികുതി പിരിവിലെ വിഭവ സമാഹരണം കൂടണമെന്നുണ്ടെങ്കിൽ ഓരോ വകുപ്പിലും എപ്പോഴൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, നികുതി നിരക്കുകൾ വർദ്ധിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത്, ഏതൊക്കെ പഴുതുകൾ കിടക്കുന്നു, ഇതൊക്കെ കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് നികുതി ചുമത്താനുള്ള ഒരു എഫിഷ്യൻസി നികുതി വകുപ്പിനുണ്ടാകണം. അതുപോലെ ധനമന്ത്രിക്കും ഉണ്ടാകണം, അവരെ ഡയറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ കൃത്യമായിട്ട് എഫിഷ്യൻസിയോടെ മുന്നേറുന്നുവെങ്കിൽ കേന്ദ്രത്തിന് ഉള്ളതുപോലെയോ അതിനേക്കാൾ കൂടുതലോ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്തിന് കഴിയും. മാതൃകയാക്കി എടുക്കേണ്ടതാണ് ഈ ഊർജിതമായ നികുതി പിരിവ്, കാര്യക്ഷമമായ നികുതി പിരിവ്. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കൂ, ഈ വലിയ ഞെരുക്കം പിടിക്കൽ സ്ക്വീസ് ചെയ്യൽ കേന്ദ്ര സർക്കാർ നടത്തുമ്പോഴും നമ്മൾ എങ്ങനെയാ മുന്നോട്ട് പോയത്? കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി അത് അസംബ്ലിയിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചുള്ള അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തപ്പോൾ ധനകാര്യമന്ത്രി വ്യക്തമാക്കി, നമ്മുടേത് 2 വർഷം കൊണ്ട് 40,000-ൽ നിന്ന് 75,000 കോടിയിലേക്ക് വർദ്ധിച്ചു. ഏതാണ്ട് 100% വർധനവാണ് കേരളത്തിന്റെ തനത് നികുതി പിരിവിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ കാതലായ പ്രശ്നം എന്താ? ഇപ്പൊ ഇവിടെ മേരി ടീച്ചർ പറഞ്ഞല്ലോ, നേരത്തെ നമുക്ക് 4%, 3% ഒക്കെ കിട്ടിയിരുന്ന നികുതി വിഹിതം ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ 1.93% കുറച്ചു. എന്താ അവർ കണ്ട മാനദണ്ഡം? വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, കുട്ടികളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, സ്ത്രീകളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ വലിയ മുന്നേറ്റം നടത്തി. നമ്മുടെ നേട്ടങ്ങൾ കേരളത്തിന്
അർഹമായ വിഹിതം നൽകുന്നതിന് ദോഷകരമായി ബാധിക്കുക. നിങ്ങൾ സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളുടെ 100% എൻറോൾമെന്റ് പാസ്സാക്കി, അതുകൊണ്ട് ആ ഇനത്തിൽ നിങ്ങൾക്ക് ഇനി ഫണ്ട് വേണ്ട. കേരളത്തിൽ 1000 പ്രസവങ്ങൾ നടക്കുമ്പോൾ നവജാത ശിശുക്കളുടെ മരണം 1004 ഉള്ളൂ. അഖിലേന്ത്യാ ശരാശരി 46. നിങ്ങൾ നല്ല മുന്നേറ്റമാണ്. ആ ഇനത്തിൽ നിങ്ങൾക്ക് ഇനി ഫണ്ട് വേണ്ട. ഗർഭിണികളായ സ്ത്രീകളുടെ വിളർച്ച ദേശീയ ശരാശരി 54%. കേരളത്തിൽ 23% ഉള്ളൂ. ആ ഇനത്തിൽ കേരളത്തിന് ഫണ്ട് വേണ്ട. ഇങ്ങനെ നമ്മുടെ നേട്ടങ്ങൾ മുഴുവൻ, നമ്മൾ ആർജിച്ച നേട്ടങ്ങൾ മുഴുവൻ ഈ കേന്ദ്ര വിഹിതം അർഹമായത് കേരളത്തിന് അനുവദിക്കുന്നതിന് ഈ ധനകാര്യ കമ്മീഷനുകളുടെ മാനദണ്ഡം നിശ്ചയിക്കുമ്പോൾ നമുക്ക് ദോഷകരമായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് 4-3% ഒക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായത്. ഇപ്പൊ കുറച്ചു കൊണ്ടുവന്ന് അവർ 1.93% ഇത് പറയണ്ടേ നമ്മൾ? നമ്മുടെ നേട്ടം എങ്ങനെയാണ് ഈ സംസ്ഥാനത്തിന്റെ കോട്ടമായിട്ട് വരിക? അതിന്റെ ദോഷമായിട്ട് നമുക്ക് അർഹമായിട്ട് കിട്ടേണ്ട വിഹിതത്തിന്റെ പോരായ്മയായിട്ട് വരിക. അപ്പൊ ഫിസ്ക്കൽ കമ്മീഷൻ, ധനകാര്യ കമ്മീഷനുകൾ അതിലിടപെട്ട് കേന്ദ്ര സർക്കാർ ശരിയായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറുണ്ടേ. ഈ നേട്ടങ്ങളെ നിലനിർത്താനും ആ നേട്ടങ്ങളിൽ നിന്ന് കൂടുതൽ മുന്നോട്ട് പോകാനും കേരളത്തെ സപ്പോർട്ട് ചെയ്യുകയല്ലേ വേണ്ടത്. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന സമീപനങ്ങൾ ദൗർഭാഗ്യവശാൽ നമ്മളെ ബാധിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ നമ്മൾ കാണണ്ടേ? അപ്പോ ഇനിയിപ്പോ ഷെയറിംഗ് പറഞ്ഞല്ലോ നിങ്ങള്, മഞ്ജുഷ് ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിഭവസമാഹരണം വർദ്ധിച്ചതുകൊണ്ട് അത് സംസ്ഥാനങ്ങൾക്ക് നേട്ടമല്ലേ? പക്ഷെ നേരത്തെ ശ്രീ ആദികേശവൻ കണക്ക് പറഞ്ഞല്ലോ, 2021-22 18 ലക്ഷം കോടി ഉണ്ടായിരുന്നത് അടുത്ത വർഷത്തിലേക്കുള്ള എസ്റ്റിമേറ്റിൽ 22 ലക്ഷം കോടിയിലേ എത്തുന്നുള്ളൂ. എന്താ പ്രശ്നം നിങ്ങൾ നോക്കൂ. 2 ധനകാര്യ വർഷം കഴിഞ്ഞിട്ട് പക്ഷേ വിഭവസമാഹരണത്തിന്റെ വർദ്ധിച്ച തോതെത്രയാ? 13%. 13% വിഭവസമാഹരണം വർദ്ധിക്കുമ്പോൾ വീതം വെക്കുന്ന തോത് അതേ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നുണ്ടോ? അതാണ് കാണേണ്ടത്. മറുപടി പറയേണ്ടത് ശ്രീ കൃഷ്ണദാസ്, സംസ്ഥാനങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, ഇതാണ് പരാതി. പക്ഷെ ഇന്ന് ശ്രീ കെ സുരേന്ദ്രൻ പറയുകയാണ് കേന്ദ്ര വിരുദ്ധ സമരത്തിനിറങ്ങിയ ഇടത് സർക്കാരിന്റെ വാദങ്ങളുടെ മുന ഒടിക്കുന്നതായിരുന്നു ഇന്നത്തെ ബജറ്റ് എന്ന്. അതെങ്ങനെ ശരിയാകും? ഒരു സെക്കൻഡ്, ഒരു ശ്രീ മഞ്ജുഷ്, ശ്രീ മുസ്തഫ, ബഹുമാനപ്പെട്ട പ്രൊഫസർ മേരി ജോർജ് സൂചിപ്പിച്ച കാര്യത്തോട് ടീച്ചർ പറഞ്ഞതുപോലെ കൂടി പറഞ്ഞിട്ട് വാചകം പറഞ്ഞു തുടങ്ങുമ്പോ ശ്രീ മോഹൻകുമാർ കേൾക്കാമോ? കേൾക്കാം. എനിക്ക് ഇപ്പോ ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത് കേരളത്തിൽ നിന്ന് 1 രൂപ പിരിക്കുമ്പോൾ 25 പൈസ തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് എന്റെ കയ്യിലിരിക്കുന്ന കണക്കനുസരിച്ച് അങ്ങനെയാണ്. അത് ശരി തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയിലെ റിസർവ് ബാങ്ക് അനുമോദനം കിട്ടിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ടാക്സ് പിരിവിൽ 2022-23 71,688 കോടി രൂപയായി നമ്മളുടെ ടാക്സ് പിരിവ് വർദ്ധിച്ചു. ഇത് 57,000 കോടിയായിരുന്നു തൊട്ട് മുൻപത്തെ വർഷം. അതായത് 23% വർധനവ്. ഇത് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വളരെ എഫിഷ്യന്റ് ആയിട്ട് ടാക്സ് പിരിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ഇനി മറ്റൊരു പോയിന്റ് കൂടെ ഞാൻ പറയാനുള്ളത്, കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ അല്ല വീക്ഷിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നടന്ന മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിലും രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിലും ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടി മധ്യപ്രദേശ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു, അരിക്കും ഗോതമ്പിനും അരിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന MSPയേക്കാൾ 40% കൂടുതൽ കൊടുത്ത്, അതായത് ഒരു കിൻഡലിന് 2138 പ്രഖ്യാപിച്ചതിന്റെ 40% കൂടുതൽ കൊടുത്ത് മധ്യപ്രദേശ് ഗവൺമെന്റ് കർഷകരിൽ നിന്ന് വാങ്ങിക്കോളാം. അതുപോലെ തന്നെ രാജസ്ഥാനിൽ ഗോതമ്പിന്റെ MSPയേക്കാൾ 21% വില കൂടുതൽ കൊടുത്ത് വാങ്ങിക്കോളാം. ഇത് BJP ഗവൺമെന്റ് മുന്നോട്ട് വെച്ച, ഛത്തീസ്ഗഡിലും ഇതാണ് സംഭവിച്ചത്. ഇത് BJP ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാർ അനുവദിച്ചപ്പോൾ കേരളത്തിലെ റബ്ബർ കർഷകർ റബ്ബർ ബോർഡിന്റെ കണക്ക് പ്രകാരം 1 കിലോഗ്രാം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതിന് 212 രൂപ ചെലവ് വരുമെന്ന് റബ്ബർ ബോർഡ് തന്നെ പറയുമ്പോൾ റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കാൻ തയ്യാറില്ല എന്ന് മാത്രമല്ല 1700 രൂപ നമ്മുടെ പെനാൽറ്റി, ടയർ കമ്പനികള് പൊല്യൂഷൻ നടത്തിയതിന് പെനാൽറ്റി ഇട്ടതിന് കർഷകർക്ക് തിരിച്ചു കൊടുക്കാൻ പോലും ഇപ്പോൾ തയ്യാറാകുന്നില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ, എന്നിട്ട് കേരള സർക്കാർ
600 കോടി രൂപ റബ്ബർ കർഷകന് വേണ്ടി ഒരു വർഷം മുടക്കുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ ത്രിപുരയിലും ആസാമിലും എല്ലാമുള്ള റബ്ബർ കർഷകന് വേണ്ടി കഴിഞ്ഞ വർഷം മുടക്കിയത് ആകെ 263 കോടി രൂപ. ഈ ഒരു വിവേചനം നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. ഇത് പൊളിറ്റിക്കൽ ആവാം, പക്ഷെ ഇതൊരു സത്യമാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ സാക്രോസാങ്ക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം കൂടെ പറയാം, ഈ സർക്കാർ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ നിന്ന് അടുത്ത 4 മാസം ഇന്ത്യയിലെ ഗ്രാമപ്രദേശത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചത് നമ്മളുടെ തൊഴിലുറപ്പ് പദ്ധതികളിലൂടെ 100 ദിവസം തൊഴിൽ കിട്ടുന്ന കുടുംബങ്ങളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. പകുതി കണ്ട് കുറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 42 ലക്ഷത്തിൽ നിന്നും 22 ലക്ഷമായി കുറഞ്ഞു. മാത്രമല്ല, ശരാശരി കിട്ടുന്ന തൊഴിൽ ദിനങ്ങളുടെ എണ്ണം 2021 50 ദിനം ആയിരുന്നത് 46 ദിനങ്ങളായി കുറഞ്ഞു. 73,000 കോടി രൂപ അലോക്കേറ്റ് ചെയ്തിരുന്നത് കഴിഞ്ഞ വർഷം 60,000 കോടി രൂപയാക്കി അത് കുറച്ചു. അത് തയ്യാറ് വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ഇതിനെ വിട്ടുപോകുന്നത് അടുത്ത 3-4 മാസം. ശ്രീ കൃഷ്ണദാസ് മറുപടി. അതായത് ശ്രീ മഞ്ജുഷ്, ബഹുമാനപ്പെട്ട ശ്രീ മോഹൻകുമാറും അതുപോലെ തന്നെ BPP മുസ്തഫയും ഡോക്ടർ മേരി ജോർജ് പറഞ്ഞ കാര്യങ്ങളോട് ടീച്ചർ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് അവർ തുടങ്ങുമ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യം വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതിലേക്കല്ല ശ്രീ VPP മുസ്തഫ ശ്രദ്ധ കൊണ്ടുവന്നത്. അദ്ദേഹം പറയുന്നത് കേരളത്തിന് വലിയ നഷ്ടമുണ്ടായി എന്നാണ്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ VPP മുസ്തഫ, നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട്, രാജ്യത്തെ ജനങ്ങളോട് പറയുമ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയണം. 13ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 14ാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ 10% സെൻട്രൽ ഷെയറിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമുണ്ടായി. അതിന് മോഡി എതിർത്തു എന്ന് നിങ്ങൾ പറയുന്നു. ഏതെങ്കിലും ഒരാൾ ഒരു പത്രസമ്മേളനത്തിൽ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള അടിസ്ഥാനത്തിലാണോ കാര്യങ്ങൾ നടക്കുന്നത്? അങ്ങനെയല്ലല്ലോ. 14ാം ധനകാര്യ കമ്മീഷനിൽ 42% എന്നുള്ളത് നിലനിർത്തുകയും 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ അത് അതേ 42%, അതായത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ കാര്യമാണ് ടീച്ചർ സൂചിപ്പിച്ചത്. ആ ജമ്മു ആൻഡ് കാശ്മീരിന്റെ കാര്യം കൂടി ഉൾപ്പെടുത്തുമ്പോൾ 42% മുകളിൽ വരും. അത് അങ്ങനെ സ്റ്റേറ്റിലേക്കും സെൻട്രലിലേക്കുമായിട്ടുള്ള ഷെയർ എന്ന് പറയുന്നത് 42% തുടർന്നു. അതായത് 2013-14 ഉണ്ടായിരുന്ന 32% നിന്ന് 42% അത് പോയി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കുറവുണ്ടായി എന്ന് താങ്കൾ സൂചിപ്പിച്ചു. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കട്ടെ. 2.5% ആണെങ്കിലും അത് 2.8% ആയിരുന്നു എന്നുണ്ടെങ്കിലും അത് 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ അത് ധനകാര്യ കമ്മീഷൻ തീരുമാനിക്കുന്നത് BJPയുടെ ഗവൺമെന്റ് അല്ലല്ലോ. ധനകാര്യ കമ്മീഷൻ രാജ്യത്തെ ഒരു ടോട്ടലായി കണ്ടുകൊണ്ട്, രാജ്യത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, മുഴുവൻ സംസ്ഥാനങ്ങളുടെയും വിഹിതങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ടോട്ടൽ ഷെയറാണ് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ കേരളത്തിന് 1.93 എന്ന് പറയുന്നു. അതിനുള്ള റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ആയിട്ടല്ലേ 53,734 കോടി രൂപ കേരളത്തിന് 2017 മുതൽ 2022 വരെ കൊടുത്തത്. അപ്പൊ കേരളത്തിന് ആ വിഹിതം കുറഞ്ഞപ്പോൾ കൃത്യമായി അതിന് തത്തുല്യമായിട്ടുള്ള പണം അത് കൊടുക്കുകയാണ് ചെയ്തത്. അത് പിടിച്ചു വെക്കുകയല്ല ചെയ്തത്, അത് കൊടുക്കുകയാണ് ചെയ്തത്. അത് കിട്ടിയില്ല എന്ന് ജനങ്ങളെ ധരിപ്പിക്കുകയും അതിന് ഞങ്ങൾക്ക് 57,000 കിട്ടാനുണ്ട് എന്ന് പറയുകയും ചെയ്യുമ്പോൾ രണ്ടു കൂടി ഒത്തുപോകുന്ന കാര്യമല്ല. 1.93 ആയപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, ഞങ്ങൾക്ക് നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന കേരളീയ സമൂഹത്തോട് കള്ളം പറയരുത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇനി 16ാം ധനകാര്യ കമ്മീഷനിലേക്ക് വരുമ്പോൾ അതും സർക്കാരല്ലല്ലോ, ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നു. 15ാം ധനകാര്യ കമ്മീഷന്റെ തീരുമാനങ്ങൾ അനുസരിച്ചാണ് ഇത്രയും നാളും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 16ാം ധനകാര്യ കമ്മീഷൻ എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ചാണ് സാമ്പത്തിക വിതരണവും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്നത്. പിന്നെ കേരളത്തിന് പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ശ്രീ മോഹൻകുമാർ സൂചിപ്പിച്ചപ്പോഴും പറഞ്ഞു ടാക്സ് നമ്മൾ വലിയ പിരിച്ചെടുക്കൽ നടത്തി എന്നുള്ളത്. അങ്ങ് 2022-23 കാലഘട്ടത്തിൽ CNDG റിപ്പോർട്ട് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. 28,284 കോടി രൂപയാണ് കേരളത്തിൽ ടാക്സ് ഇനത്തിൽ അത് KSEB അടക്കമുള്ള ഡിപ്പാർട്ട്മെന്റുകൾ പിരിച്ചെടുക്കാനുണ്ട് എന്ന് CNDG റിപ്പോർട്ട് ചെയ്തത് 2022-23 കാലഘട്ടത്തെക്കുറിച്ചാണ്. അപ്പം നിങ്ങൾ 56,000-ൽ നിന്ന് 73,000 കേരളം വലിയ ടാക്സ് പിരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതാണ് നേരത്തെ ഡോക്ടർ മേരി ജോർജ് സൂചിപ്പിച്ചത്. രാജ്യത്ത് ടാക്സ് പിരിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള കൃത്യതയും ഏതാളുകളിൽ നിന്നാണെങ്കിലും ടാക്സ് പിരിക്കാൻ എടുത്തിട്ടുള്ള നടപടിക്രമങ്ങളും അത് ഓഫീസർമാരെ നിയമിച്ചുകൊണ്ടാണെങ്കിലും ഇനി അതല്ല ടാക്സ് പിരിക്കുന്ന കാര്യത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ടാണെങ്കിലും നടത്തിയിട്ടുള്ള ഇടപെടലുകൾ സെസ് ഏർപ്പെടുത്തുന്നതാണ് ടീച്ചർ പ്രധാനമായും സൂചിപ്പിച്ചത്. സെസ് കേരളവും ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ കേരളം സെസ് ഏർപ്പെടുത്തി. അപ്പോൾ സെസ് ഏർപ്പെടുത്തിക്കൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും പണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. അത് കേരളത്തെ സംബന്ധിച്ച് ഒരു നിലപാടും കേന്ദ്രത്തെ സംബന്ധിച്ച് മറ്റൊരു നിലപാടും സ്വീകരിക്കാൻ കഴിയും.
ബി പി പി അതിൽ കണക്കുകൾ തന്നെ ഈ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ കണക്കുകൾ തന്നെ പുറത്തു വന്നിരിക്കുന്നത് 11,04,494 കോടി രൂപയിൽ നിന്ന് 12,19,783 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ടെന്നാണ്. അതായത് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതലാണ്. ഏകദേശം 1,15,289 കോടി രൂപയുടെ വർധനവുണ്ടായിട്ടുണ്ട്. അതിലപ്പോൾ കണക്ക് വരുമ്പോൾ 1.92 വെച്ച് കണക്ക് കൂട്ടുമ്പോൾ കേരളത്തിന് ഈ വർഷം ആകെ കിട്ടുന്നത് 23,480 നമ്മൾ കഴിഞ്ഞ ബജറ്റിൽ കണക്ക് കൂട്ടിയിരുന്നത് 19,000. അന്നത്തെ ചർച്ചയിൽ ഞാൻ ഓർത്തെടുക്കുകയാണ്, 19,000 സംതിങ് ആ രീതിയിലായിരുന്നു, അത്രയും കോടി രൂപയായിരുന്നു. പക്ഷേ അത് 2,220 കോടി രൂപ കൂടുതലായിട്ടാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നികുതി വരുമാനം കേന്ദ്രത്തിന്റെ വർദ്ധിച്ചതനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന വിഹിതത്തിൽ കൂടുതലുണ്ടായിട്ടുണ്ട്. അത് ആനുപാതികമായിട്ട് കേരളത്തിലും കൂടുതൽ വരുന്നുണ്ട് കേട്ടോ. ഇല്ല, നിങ്ങൾ അല്ല ഞാൻ സെസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞതിനുള്ള വിശദീകരണമല്ലേ ഞാൻ പറയുന്നത്. ഉണ്ട് ഇല്ല എന്നുള്ളതിന്റെ തെളിവെന്താ? നേരത്തെ ഇവിടെ പറഞ്ഞു, ഒരു രൂപ നമ്മൾ പിരിച്ചു കൊടുത്താൽ, നമ്മളാ പിരിച്ചു കൊടുക്കുന്നത്, നമ്മുടെ സർക്കാർ സംവിധാനമാണ് പിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പിരിച്ചു കൊടുത്താൽ തിരികെ കേരളത്തിന് വരുന്നത് ഡോക്ടർ പ്രകാശ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 25 പൈസ, അതല്ല ഇനി ശ്രീ ആദികേശവൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 57 പൈസ എടുത്തോളൂ. അപ്പോഴും നമ്മൾ പിരിച്ചു കൊടുക്കുന്നതിന്റെ പകുതി. എന്നാൽ ഉത്തർപ്രദേശിലേക്ക് പോകുന്നത് എത്രയാ? അവരൊരു രൂപ പിരിച്ചു കൊടുത്താൽ തിരികെ അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് എത്രയാ? പക്ഷെ അവിടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുക്കുന്നില്ല ശ്രീ ബി മുസ്തഫ. അല്ല, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അവർക്ക് കൊടുത്തിരുന്നില്ല. അതാണ് ഈ 53,000 കോടി രൂപ ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ, ഒറ്റ വാചകം ഞാൻ സൂചിപ്പിക്കട്ടെ മഞ്ജുഷേ. അല്ല, ഞാൻ ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാം മഞ്ജുഷേ. പറഞ്ഞോളൂ. മുസ്തഫ ഉത്തർപ്രദേശിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ശ്രീ മുസ്തഫ 2014 ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15 ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ ഉത്തർപ്രദേശിന് എന്തോ വലിയ സംഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഉത്തർപ്രദേശിന് കുറയാ ചെയ്തത്. 2.95 നിന്ന് 2.93 ആവുകയാണ് ചെയ്തത് ഉത്തർപ്രദേശിന്. ഇത് BJP ഭരിക്കുന്നത് കൊണ്ട് ഉത്തർപ്രദേശിനെ കുറിച്ച് പറഞ്ഞാൽ ആരും മിണ്ടില്ല എന്ന് വിചാരിച്ചേക്കുന്നത്. നിങ്ങൾ കണക്കുകൾ പരിശോധിക്കുക. അല്ല, കൃഷ്ണദാസ് പറഞ്ഞതിൽ തന്നെ ഉത്തർപ്രദേശിന് കുറഞ്ഞത് 0.002 കേരളത്തിന് കുറഞ്ഞത് നിയർലി 1 പോയിന്റ് ആണ്. അങ്ങനെ 1 പോയിന്റ് അല്ല, അങ്ങനെ കുറയുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് അത് അങ്ങനെ കുറയുള്ളൂ. അതിനുള്ള നഷ്ടപരിഹാരമാണ് 53,000 കോടി കിട്ടിയത്. അല്ല, അതിനുള്ള നഷ്ടപരിഹാരമാണ് 53,000 കോടി കിട്ടിയത് ശ്രീ മുസ്തഫ. അതെന്താ കാണാതെ പോകുന്നത്? ഉത്തർപ്രദേശിന് പൈസ കൊടുത്തോ? ഉത്തർപ്രദേശിന് 50,000 കോടി കൊടുത്തോ? കേരളത്തിന് 53,000 കോടി തന്നപ്പോൾ ഉത്തർപ്രദേശിന് കൊടുത്തോ? ഇല്ലല്ലോ. നമ്മൾ ഉത്തർപ്രദേശിനെയും കേരളത്തെയും ഒന്നായി കാണുക എന്നുള്ളതല്ല, രണ്ടായി കാണുക എന്നുള്ളതുമല്ല, കണക്കുകളായി പറയുക എന്നുള്ളതാണ്. അത് കണക്ക് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പൊ ഒന്ന് ക്ഷമിച്ചോട് കേട്ടോളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ കുറഞ്ഞിട്ടുള്ള തോത് അത്. പക്ഷെ കേരളത്തിന് കുറയുന്ന തോത് അത് കുറയാൻ കാരണം എന്താ? ഇപ്പൊ കൃഷ്ണദാസ് പറയുന്നത് എന്താ? ഫിനാൻസ് കമ്മീഷനല്ലേ? ഫിനാൻസ് കമ്മീഷൻ ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ച സ്വതന്ത്ര ഏജൻസി ഒന്നുമല്ല. ഓരോ കാലത്തെയും കേന്ദ്ര ഗവൺമെന്റുകൾ അവരുടെ നയങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകളെ വെച്ച് ഉണ്ടാക്കുന്ന സാധനം. ഇപ്പൊ നിങ്ങൾ 16-ാം ധനകാര്യ സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ്. പക്ഷേ ശ്രീ VPP മുസ്തഫ, നമ്മുടെ ബജറ്റിൽ നമ്മൾ കണക്കുകൂട്ടിയതിനേക്കാൾ കൂടുതൽ തുക സംസ്ഥാന വിഹിതമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. കിട്ടാൻ നമ്മൾ അർഹരാണ്. അക്കാര്യമെങ്കിലും താങ്കൾ ഒന്ന് സമ്മതിച്ചു തരിക. കാരണം ബജറ്റ് എടുത്ത് നോക്കിയാൽ, ബാലഗോപാലിന്റെ കഴിഞ്ഞ ബജറ്റ് എടുത്ത് നോക്കിയാൽ കേന്ദ്ര വിഹിതമായിട്ട് നമുക്ക് നികുതി വിഹിതമായിട്ട് കിട്ടേണ്ടത് 19,000 കോടി രൂപയാണ്. അതുകൂടി 23,480 കോടി രൂപയായിട്ടുണ്ട്. അതെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം 2,220 കോടി രൂപ പ്രതീക്ഷിച്ചതിനേക്കാൾ നമുക്ക് കിട്ടും. കൂടുതൽ കിട്ടുന്നത് അതുണ്ട് കേട്ടോ. അത് ബജറ്റിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്. അത് കള്ളമില്ല. താങ്കൾ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വളരെ നിഷ്കളങ്കമായിട്ട് ഇതേക്കുറിച്ച് പറയുന്നു. അതായത് ഞാൻ കള്ളം പറയുന്നു എന്ന രീതിയിലാണ് ശ്രീ VPP മുസ്തഫ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കണക്കെടുത്ത് പ്രത്യേകം നോക്കുകയായിരുന്നു. ഒരിക്കൽ കൂടി പറയാം, കേരളം വിചാരിച്ചതിനേക്കാൾ കൂടുതൽ തുക സംസ്ഥാന നികുതി വിഹിതമായിട്ട്, കേന്ദ്ര നികുതിയിൽ നിന്നുള്ള സംസ്ഥാനത്തിനുള്ള വിഹിതമായിട്ട് കിട്ടുന്നുണ്ട്. അത് 23,480.82 കോടി രൂപയാണ്. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ VPP മുസ്തഫ. കേന്ദ്ര സർക്കാരിന്റെ പല കണക്കുകളും കള്ളമാണ് എന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞതല്ല. ഈ നീതി ആയോഗിന്റെ ഡെപ്യൂട്ടി CEO ആയിരുന്നയാൾ. അല്ല, ഇത് കള്ളമാണ് വഴിയില്ല. ഇത് കള്ളമാണെങ്കിൽ അതൊന്ന് ശ്രീ ബാലഗോപാലുമായിട്ട് സംസാരിച്ചൊന്ന് തിട്ടപ്പെടുത്തുക. കാരണം ഇത് കേരളത്തിന് കിട്ടേണ്ടതാണ്. കിട്ടിയില്ലെങ്കിൽ ചോദിക്കാം.
സംസ്ഥാന അതെല്ലാം നികുതി വിഹിതം കണക്കുള്ളതല്ലേ? എത്രയാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട നികുതി വിഹിതം ഓരോ സംസ്ഥാനങ്ങൾക്ക് എത്രയാണെങ്കിൽ അത് കിട്ടുന്നതാണല്ലോ, ഗഡുക്കളായിട്ട് കിട്ടുന്നതാണല്ലോ. അത് പ്രകാരം ഇനിയും കേരളത്തിൽ ബാക്കി കിട്ടാൻ കിടക്കുകയാണ്. അത് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. ഇത് ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കണക്കാണ് ഞാനിവിടെ വായിച്ചത്. കാരണം കേന്ദ്രത്തിന്റെ നികുതി വരുമാനം കൂടിയത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആനുപാതികമായിട്ടും പക്ഷേ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ കണക്കുകൾ വീതിക്കണമല്ലോ. തെറ്റായി പറയാൻ കഴിയുമോ? അത് അതനുസരിച്ച് കേരളത്തിലുള്ള ബജറ്റിലുള്ള വിഹിതം കണക്കുകളല്ലേ? കൂടുകയാണ് ചെയ്യുന്നത്. നിർമ്മല സീതാരാമൻ പറയുന്ന കണക്കുകൾ പലതും വ്യാജമാണ് എന്ന് പറഞ്ഞ് ലേഖനവും പുസ്തകവും എഴുതിയിട്ടുള്ളത് പരകാല പ്രഭാകരൻ ഞങ്ങളുടെ ആളല്ല. അദ്ദേഹം ആരാണെന്ന് നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ പുസ്തകം ഇപ്പൊ മലയാളത്തിലും വന്നിട്ടുണ്ട്. ആരൂഢം വളഞ്ഞ എല്ലാവർക്കും ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു. നിർമ്മലയുടെ തുടർച്ചയായ 6ാം ബജറ്റ് തുടർ ഭരണത്തിന്റെ ആത്മവിശ്വാസത്തിലോ കേന്ദ്ര സർക്കാർ? അതേ എന്ന് 81% പ്രേക്ഷകർ, അല്ല എന്ന് 15%, നിഷ്പക്ഷം 4%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.